നാളെ ഗ്രൗണ്ടൊക്കെ നിറയുമായിരിക്കും. നാളേക്ക് ഇന്ന് മൈതാനമെല്ലാം നിരമ്പും. ആരാധന തുടങ്ങിയാൽ അതൊരു സത്യത്തിൽ ഇവിടെ ആരാധിക്കും ഒരു കടലിളകുന്ന പോലെ ഫീൽ ചെയ്യും. இந்த இடத்துல எல்லாம் ஒரு ஆராதனை வெளிப்படுவது கடலில் திறமாறு எழுவது போல ஒரு ஃபீலிംഗ് ഉണ്ടാക வேண்டும். പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3 എന്ന് പറയുന്ന കേൾക്കാൻ നിൽക്കേണ്ട ഒറ്റ വാക്കാ പറഞ്ഞത്. പിശാച് എന്തെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പകുതി 1, പകുതി 2, പകുതി 3 എന്ന് சொல்லவில்லை. ഒരേ ഒരു വാർത്ത சொல்லுகிறேன். സാത്താൻ എதையாவது വിഴുങ്ങി வைத்திருப்பான் എന്ന് சொன்னார். ഇന്ന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം പറയുന്നു, അതിനെ യഹോവ പുറത്തിറക്കും. വാനവും ഭൂമിയും അണിந்து പോனாலும் அழியாத தேவனுடைய வார்த்தை சொல்லுகிறது, பரலோகத்தின் ஆண்டவர் வெளியே கொண்டு வருவார். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? എത്ര പേർ വിശ്വസിக்கிறீர்கள்? ഞാൻ പ്രവചനത്തെ പ്രവചനമായിട്ടും தீர்க்கதரிசனமாகவும் ഉപദേശത്തെ ഉപദേശമായിട്ടും അവരുടെ செய்திகளை செய்தியாகவும் സുവിശേഷത്തെ സുവിശേഷമായി பார்க்கிற நபர் தான் நான். ഇത് ലേഖനത്തിലെ വാക്യമല്ല, ഇത് നിരുപത്തിലുള്ള വാർത്തയല്ല, ഇത് സുവിശേഷത്തിലെ വാക്യമല്ല, ഇത് സുവിശേഷത്തിലെ വാർത്തയല്ല. പ്രവാചകന്റെ ആദരത്തിൽ കൂടെ ആത്മാവ് പറഞ്ഞ കാര്യമാണ്. தீர்க்கதரிசிയുടെ വായിൽ മൂലമായി പരിശുദ്ധ ആവിയാനവർ சொன்ன വാർத்தை ഞാൻ വിഴുങ്ങി അതിനെ പുറത്തിറക്കാൻ പോകുന്നു. വിഴുങ്ങിനെ തിരുம்ப കക്ക பண்ணுவேன். നിങ്ങളുടെ വീടിനകത്ത് പിശാച് എന്തെങ്കിലും വിഴുങ്ങിയെങ്കിൽ, உங்கள் வீட்டுக்குள்ளே சாத்தான் ஏதாவது விழுங்கி வைத்தானா, തലമുറയുടെ ഭാവിയെ വിഴുങ്ങിയെങ്കിൽ, உங்கள் பிள்ளைகளோட வருங்கால வாழ்க்கையை விழுங்கினார் என்று சொன்னால், ജീവിതത്തെ വിഴുങ്ങിയെങ്കിൽ, குடும்ப வாழ்க்கையை விழுங்கி வைத்தார் என்றால், നിങ്ങളുടെ സമ്പത്തിനെ വിഴുങ്ങിയെങ്കിൽ, பொருளாதாரத்தை விழுங்கி வைத்திருப்பானா, സഭയിൽ ആത്മാക്കളെ വിഴുങ്ങിയെങ്കിൽ, ஆத்துமாக்களை சபையில் ஆத்துமாக்களை விழுங்கினார் என்றால், നിന്റെ ശുശ്രൂഷയെ വിഴുങ്ങിയെങ്കിൽ, ஊழியத்தை விழுங்கினார் என்றால், ഇന്ന് രാത്രി യഹോവ അതിനെ പുറത്തിറക്കും. இன்று இரவு பல்லகத்தின் ஆண்டவர் வெளியே கொண்டு வருவோம். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് எத்தனை ഇരിപ്പുണ്ട്? நபர் விசுவாசிக்கிறீர்கள்? ചിലതിനെ പുറത്തിറക്കാൻ ஆண்டவராகிய தேவன் சிலரை வெளியே கொண்டு வர போகிறார். നിന്റെ തലമുറ അവൻ പുറത്തിറക്കും. உன் பிள்ளைகளை ஆண்டு வெளியே கொண்டு வருவார். നിന്റെ കുടുംബ ജീവിതത്തെ പുറത്തിറക്കും. குடும்ப வாழ்க்கை ஆண்டு வெளியே கொண்டு வருவார். നഷ്ടപ്പെട്ട ആരോഗ്യത്തെ പുറത്തിറക്കും. உன் வாழ்க்கை நஷ்டப்பட்ட ஆரோக்கியத்தை திரும்ப தருவார். നിന്റെ സമ്പത്തിനെ പുറത്തിറക്കും. உன் பொருளாதாரத்தை திரும்ப தருவார். ഇന്ന് രാത്രി വചനം വെച്ച് ദൈവാത്മാവ് ഇടപെടുകയാണ്. இந்த இரவு வேளையில் வசனத்தின் மூலமாய் பரிசுத்த ஆவியானவர் பேசுகிறார். ഒന്നുകൂടെ ഞാൻ കാര്യം പറയുന്നത്, നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം നിനക്ക് തിരിച്ചു തരും. உன் வாழ்க்கை நஷ்டப்பட்டு போன வருஷங்களை ஆண்டவர் திரும்ப தரப் போகிறார். ആമേൻ. ആമേൻ. ഇതൊരു ഭയങ്കര വേർഡായത്. இது பயங்கரமான ஒரு வார்த்தை. അതിനകത്തെ ഒരു വേർഡ് പോലും കളയാൻ പറ്റത്തില്ല. அதற்குள்ள ஒரு வார்த்தை கூட களைய முடியாது. ഞാൻ 3 ആഴ്ചയായിട്ട് എന്റെ സഭയിൽ ഇതിനകത്തെ ഒരു വേർഡ് പ്രസംഗിക്കുന്നു. நான் 3 வாரங்களாக இதற்குள்ள இருந்து ஒரே ஒரு வார்த்தை தான் எடுத்து பேசுகிறேன். യെരമ്യാ പ്രവചനം എടുത്തല്ല ഞാൻ പറയുന്നത്. அது எரேமியா தீர்க்கதரிசனத்தில் சொல்லவில்லை. ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അത് പറയുന്നു. ரூத்துடைய புத்தகத்தில் இருந்து பேசுகிறேன். ഇവിടെ അങ്ങനെ ഒരു പദം കിടപ്പുണ്ട് ഇതിനകത്ത്. இதற்குள்ளே அப்படிப்பட்ட ஒரு வார்த்தை இருக்கிறது. ഞാൻ സന്ദർശിക്കും, நான் அவரை சந்திப்பேன். രൂത്തിന്റെ പുസ്തകം തുടങ്ങുന്നത് ரூத்தின் புத்தகம் ஆரம்பிக்கப்படுவது ഒരു ക്ഷാമം പറഞ്ഞോണ്ടാ. ஒரு சாபத் வார்த்தையோடு. അതേ പുസ്തകത്തിന്റെ 1-ാം അധ്യായം തുടങ്ങിയത് ക്ഷാമം പറഞ്ഞോണ്ടാണ്. அந்த പുസ്തകത്തിലെ 1-ാം അധ്യായം ആരംഭിക്കപ്പെടുന്നത് ഒരു പഞ്ചകാലത്തോട്. പക്ഷേ അതേ പുസ്തകത്തിന്റെ 1-ാം അധ്യായം തീരുന്നത് ഒരു യവക്കൊയ്ത്ത് പറഞ്ഞോണ്ടാണ്. அந்த 1-ാം അധ്യായം കடைசி വാർത്ത முடிகிறது ஒரு നഷ്ടത്തോടെ ആശീർവാദത്തോടെ ആരംഭിക്കപ്പെടുகிற ഒരു വർഷം 2026. അവിടെ ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. അங்கே ഇവണ്ണമായ ഒരു വാർത്തയുണ്ട്. ദൈവം ദേശത്തെ വീണ്ടും സന്ദർശിച്ചു. ദേവൻ ദേശത്തെ മറുപടിയും സന്ധിപ്പാർ. അതാ ഞാൻ പറഞ്ഞു, ഇന്നത്തെ വാക്കൊരു പ്രവാചക ശബ്ദമാണ്. ആകവേதான் ഇന്നത്തെ വാർത്ത ഒരു ദീർഘദർശന ശബ്ദം. ദൈവം ദേശത്തെ വീണ്ടും സന്ദർശിക്കാൻ പോകുന്നു. ദേവൻ ദേശത്തെ മറുപടി സന്ധിക്കാൻ പോകുന്നു. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരും അപ്പന്മാരും ഇരിപ്പുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, വീണ്ടും നിന്റെ തലമുറയെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ജപിക്കുന്ന ചില തകപ്പന്മാർ തായ്മാர்கள் இருக்கிறார்கள். உங்களை பார்த்து சொல்லுகிறேன், உங்கள் தலைமுறைகளை ஆண்டவர் மறுபடி சந்திக்க போகிறார். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? എത്ര പേർ വിശ്വസിக்கிறீர்கள்? സന്ദർശിക്കുക എന്നുള്ള പദം അതൊരു വളരെ വ്യാപ്തിയുള്ള പദമാണ്. സന്ധിപ്പാൻ എன்கிறதான വാർத்தை மிக വിചിത്രமான ഒരു വാർத்தை. ഇംഗ്ലീഷ് വേർഡ് കൊടുത്തിരിക്കുന്നത് ദൈവം വിസിറ്റ് ചെയ്യും നിന്റെ വീട്. ഓ, അത് ആംഗ്ലത്തിലെ ആണ്ടവർ വീട്ടെ സന്ധിപ്പാർ. അസാധ്യ
ചെയ്തു. ആണ്ടവർ ഭൂമിയെ സന്ധിത്താർ. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യെസ്, ആ രൂത്തിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ ദൈവം ദേശത്തെ വിസിറ്റ് ചെയ്തു. രൂത്തിൽ പുസ്തകത്തിൽ വാസിക്കുമ്പോഴും ആണ്ടവർ ദേശത്തെ സന്ധിത്താർ എന്ന് വാസിക്കുന്നു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ദൈവിക സന്ദർശനത്തിന് സഭ തയ്യാറായിരിക്കും. இந்த கூடுகையினுடைய முதல் நாள் ஆரம்ப நாட்களிலே இந்த வார்த்தை தீர்க்கதரிசனமாய் சொல்லுகிறேன். கர்த்தர் உங்கள் குடும்பத்தை சந்திப்பார், தேசத்தை சந்திப்பார். വെയിലാറിയ സമയം പൂർവപിതാവായ അബ്രഹാമിന്റെയും സാറയുടെയും പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു വെയിലാറിയ ദിനം. பொழுது விடுகிற நேரத்தில் ஆபிரகாமுடைய வாழ்க்கையில் எல்லாம் നഷ്ടപ്പെട്ടതാണ് സൂര്യനിലമയിലെ அந்த சாயங்கால வேளையிலே തന്നോട് തന്നെ താൻ പറയാൻ തുടങ്ങി, ഇനി ഒന്നും നടക്കത്തില്ല. அவரை பார்த்து சொல்லுகிறார், இனி ஒன்றும் என் வாழ்க்கை நடைபெறாது. സാഹചര്യം മുഴുവൻ പറയാൻ തുടങ്ങി, ഇനി ഒന്നും സംഭവിക്കത്തില്ല. സൂര്യനിലമകൾ എല്ലാം சொல்லுகிறது, ഇനി ഒന്നും നടക്കാது. അങ്ങനെയുള്ള ഒരു വൈകിയ വേളയിൽ, அப்படிப்பட்ட ஒரு சாயங்கால வேளையிலே ദൈവവചനം എഴുതിയിരിക്കുന്ന അവന്റെ കൂടാരത്തെ 3 പേര് വിസിറ്റ് ചെയ്തു. അവരുടെ കൂടാരത്തിൽ 3 നബറുകൾ സന്ധിത്താர்கள். ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ന് ഞാൻ ഇങ്ങനെ வைத்து ஆவியானவரால் தீர்க்கதரிசனமாய் உரைக்கிறேன். നിന്റെ വീട് യഹോവ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. உன் வீட்டை பரிசுத்த ஆண்டவர் சந்திக்கும்படி போகிறார். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? எத்தனை நபர்கள் நம்புகிறீர்கள்? ഇന്നലെ എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. நேற்று தினத்தில் ஒரு நபர் போன் பண்ணினா. 2-3 വട്ടം വിളിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 2-3 தடவை அழைத்த போது என்னால் எடுக்க முடியவில்லை. ഞാൻ വീണ്ടും വിളിച്ചു. மறுபடியும் கூப்பிட்டான். എന്നോട് പറഞ്ഞു, പാസ്റ്റർ 2-3 വട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല. ஓ, அவர் சொல்லுகிற போதகரே 2-3 தடவை உங்களை அழைத்து கிடைக்கவில்லை. ഞാൻ പറഞ്ഞു, കാര്യം പറഞ്ഞു, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. நான் சொல்ல, நீங்க காரியத்தை சொல்லுங்க, நான் வாகனத்தை ஓட்டிக்கொண்டே இருக்கிறேன். എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്യതാ, முதலாவது வார்த்தை என்னமாய், ജീവിതം മടുത്തു, வாழ்க்கை சோர்ந்து போனது, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. முன்னே போக முடியவில்லை. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യനാണ്. நான் ஆண்டவருடைய ஊழியத்தை செய்கிற ஒரு ஊழியக்காரன். പക്ഷെ വേല ചെയ്യുന്ന സമയത്തും ഇതിനകത്തുനിന്ന് കിട്ടിയ മുറിവുകൾ എന്നെ ശുശ്രൂഷയിൽ പുറത്തു കൊണ്ടുപോയി. ஆன ஊழியம் செய்யும் பொழுது ஊழியத்தின் பாதையிலே எனக்கு வந்ததான காயங்கள் நிமித்தமாய் இந்த ஊழியத்தில் நான் பின்வாங்கி போனேன். ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. நான் ஒரு வியாபாரத்தை ஆரம்பித்தேன். പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോയി. அதெல்லாம் தகர்ந்து போனது. ഇന്ന് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. இந்நாக்கு எனக்கு முன்னே போக முடியவில்லை. അദ്ദേഹം പറഞ്ഞ അടുത്ത പദം ഇതാണ്. அவர் சொன்ன அடுத்த வார்த்தை என்னமாய், 2 ദിവസമായിട്ട് 2 நாட்களாக ഒരാൾ എന്നോട് ஒரு പറയുകയാണ്, நபர் என்னை பார்த்து சொல்லுகிறார், ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ இனி പറ്റത്തില്ല. உன்னால் முன்னே போக முடியாது. ഇനി നിനക്ക് മുൻപിൽ ഒരു വഴിയുമില്ല. இனி உனக்கு முன்னாடி ஒரு பாதையும் இல்லை. അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യുക. ஆகவே நீ தற்கொலை செய்ய வேண்டும். പക്ഷെ 2 വട്ടം ഞാൻ തീരുമാനിച്ചു ചെയ്യാൻ. 2 தடவை தற்கொலைக்காக தீர்மானித்தேன். അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. அப்படி தீர்மானித்திருக்கும் பொழுது நான் போதகரை உங்களை அழைக்கிறேன். 3 വട്ടം അങ്ങ് ഫോൺ എടുത്തില്ല. 3 தடவை நீங்கள் போன் எடுக்கவில்லை. എന്റെ മനസ്സ് പറഞ്ഞു, ഒന്ന് എടുത്തിട്ട് ആത്മഹത്യ ചെയ്യാം. ஓ, என்னுடைய மனசு படி சொன்னது, அவர் ஒரு போன் எடுத்த பிற்பாடு தற்கொலை பண்ணலாம். പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. நான் அவருக்காக ஜெபித்தேன். അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു. அவரை பார்த்து பேசினேன். അദ്ദേഹം ഇന്ന് ചർച്ചിനകത്ത് ആരാധിക്കാൻ തുടങ്ങി. அவர் சபைக்குள்ள ஆராதிக்க ஆரம்பித்தார். എന്തോ എന്നോട് ദൈവം കൂടെ നിൽക്കുമ്പോൾ ഒരു ദൂത് പറയാൻ പറയുന്നു. ஆண்டவர் இங்க நிற்கும்போது ஒரு வார்த்தை சொல்லுகிறார். ചില ഡിപ്രഷന്റെ സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് കളയുക. எல்லா சோர்வின் ஆவிகளை இயேசு நாமத்தினாலே அவைகளை கடிந்து நான் ஒவ்வொன்றுമായി ஜெபிக்க ஆரம்பித்தேன். എടാ, യാക്കോബിനെ ഉപദ്രവിക്കാൻ വന്ന ലാബാന് വരെ ദൂതം വെളിപ്പെട്ടെങ്കിൽ, பாருங்கள், யாக்கோபை உபத்திரம் பண்ணும்படியாக வந்த லாபானை பார்த்து தூதன் வெளிப்பட்டார் என்றால் എനിക്കും ആ ദൂതനെ കാണണം. எனக்கும் அந்த தூதனை பார்க்க வேண்டும். ആരോടൊക്കെ ഇന്ന് രാത്രിയിൽ ഒരു ബലാത്കാരത്തിന്റെ പ്രാർത്ഥന ഇതിന്റെ നടുവിൽ എഴുന്നേറ്റ് വരണം. இந்த இரவு வேளையில் ஒரு பலவந்தமான ஒரு ஜெபம் இதற்குள்ள எழும்ப வேண்டும். ചില തലമുറകൾ പുറത്തു വരാൻ അത് വേണം. சில பிள்ளைகள் தலைமுறைகள் வெளியே வருவதற்கு அப்படிப்பட்ட ஒரு பலவந்தமான ஜெபம் தேவை. എന്റെ അപ്പൻ ഒരു കൂലി വേലക്കാരന്റെ മോനാണ്. நான் என்னுடைய தகப்பனார் ஒரு கூலி வேலை செய்கிறவர், அவருடைய மகன் தான் நான். ഞാൻ സാധാരണ വരുമ്പം എന്റെ കൂടെ ആളും ബഹളവും ഒക്കെ ഉള്ളത്. ഞാൻ ഇന്ന് ഇത് പെട്ടെന്നുള്ള അറിയുമ്പോഴായിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് വന്നു. ഞാൻ സാധാരണ ഒരിടത്ത് നിന്ന് കൂലിവേലക്കാരന്റെ മോനാന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, വല്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് വല്ലതും
ഈന്തപ്പനയുടെ ചുവട് പോലെ അവിടെ കളിക്കുന്നത് എന്നോട് ചോദിച്ചു. நான் ஒரு கூலி வேலை செய்கிற ஒரு தகப்பனாருடைய மகன் என்று சொல்லும் பொழுது அவர் நடத்த வேற ஏதாவது வெளிநாடுகளில் எங்கேயாவது ஒரு பேரிச்ச மரத்திற்கு வேலை செய்யக்கூடிய அவருடைய மகனாக என்று கேட்டதுண்டு. എന്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ച ഒത്തിരി പാഠങ്ങളുണ്ട്. என் தகப்பனிடத்தில் இருந்து நான் கற்றுக்கொண்ட அநேக காரியங்கள் உண்டு. ഞങ്ങളുടെ വീടെന്ന് പറയുന്ന ഒരു വലിയ കുന്നിന്റെ മുകളിലാണ്. எங்களுடைய வீடு என்று சொல்லுகிற மிகப்பெரிய ஒரு குன்றின் மீது இருக்கிற ஒரு வீடு. ഇന്ന് അവിടെ അല്ല, ഇന്ന് താഴെയാ. இன்னைக்கு அங்க எல்லாம் இன்னைக்கு கீழே வந்துட்டோம். ഞങ്ങളുടെ വീടിന്റെ പ്രത്യേകത ഈ ഒരു സീസൺ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 5 മാസം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കാണത്തില്ല. இந்த ஜனவரி, பிப்ரவரி, மார்ச், ஏப்ரல், மே இந்த 5 மாதங்கள் இந்த வீட்டில தண்ணீர் இருக்காது. എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെ തിരിഞ്ഞെന്ന് സംസാരിക്കണമെന്നുണ്ട്. நீங்க பிள்ளைகளை பார்த்து திரும்பி நின்று பேச வேண்டிய ஆசை உண்டு. ഞങ്ങൾ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ, അതായത് ഏകദേശം ഒരു മിനിമം 20 മിനിറ്റ് നടന്നു വേണം ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ. பாருங்கள், அந்த மலை மேல இருந்து 20 மினிட் அல்லது நிமிடங்கள் நடந்து கீழே வந்து தண்ணீர் கோரி மறுபடியும் நாங்கள் அந்த மேல் கொண்டு போவோம். ഞാൻ താമസിച്ച ആ വീട്ടിൽ കറണ്ട് കിട്ടിയത് 2014. நான் வாழ்ந்து கொண்டிருந்த அந்த வீட்டிலே ஒரு வெளிச்சம் கரண்ட் கிடைத்தது 2014ஆம் ஆண்டுல. 2014 എന്ന് പറയുമ്പം എനിക്ക് ഡിഗ്രിക്ക് ഞാൻ കയറിയതിന് ശേഷമാണ് അവിടെ കറണ്ട് വരുന്നത്. நான் டிகிரி படிப்பதற்கு டிகிரி അല്ല, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയ ശേഷം അവിടെ കറണ്ട് വരുന്നത്. நான் ஊழியத்திற்கு வந்த பிற்பாடுதான் அந்த இடத்துல எங்களுக்கு எலக்ட்ரிசிட்டியில கரண்ட் கிடைக்கிறது. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രൈവറ്റ് ടോയ്ലറ്റ് ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ചുള്ള ആളാണ്. ஒரு பொதுவாக ஒரு பிரைவேட்டாக ஒரு டாய்லெட் வாஷ்ரூம் இல்லாததான ஒரு வீட்டில் தான் பிறந்து வளர்ந்தேன். ഒരിക്കലും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യമായിരുന്നു എന്റെ വീട്. ஒரு போதும் தப்பி பிழைப்பாம் என்று சொல்லி நினைக்கிறது கூட பார்க்க முடியாத வீட்டில் தான் வளர்ந்தேன். പക്ഷെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീജനം ഉണ്ടായിരുന്നു, അസാധ്യ പ്രാർത്ഥനയാണ്. அந்த நாட்கள் எங்க வீட்டிலே சில தாய்மார்கள் இருந்தார்கள், பயங்கரமான ஒரு ஜெபம் இருப்பார்கள். தாய்மார்களில் தாய், ஒரு தாய் இருந்தார்கள். என் அம்மை, என் அம்மா അസാധ്യ പ്രാർത്ഥന, பயங்கரமான ஜெபம். எப்படி ഞങ്ങളെ നോക്കി പറയും ഈ സ്ഥിതിയൊക്കെ മാറും, எப்பொழுதும் எங்களை பார்த்து இந்த நிலைமை எல்லாம் மாறும். ഞങ്ങളെ നോക്കി പ്രവചിക്കുവാനും எங்களை பார்த்து தீர்க்கதரிசனம் சொல்வார்கள். അല്ലാതെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നോക്കി മുടിഞ്ഞു പോകൂടാന്ന് പറഞ്ഞിട്ടില്ല. ஓ, எங்களுடைய தாயார் எங்களை பார்த்து நீ நாசமாய் போவா என்று சொல்லல. കാരണം ഞങ്ങളെ നോക്കി എപ്പോഴും പറയും നിങ്ങൾ എല്ലാം രക്ഷപ്പെടും. ஓ, எங்களை பார்த்து எங்கள் தாயார் சொன்ன நீங்கள் எல்லாம் தப்புவீர்கள். ഞങ്ങൾ 3 ആൺപിള്ളേരെ നോക്കി പറയും നിങ്ങൾ എല്ലാം രക്ഷപ്പെടും. 3 ஆண் பிள்ளைகளை பார்த்து நீங்கள் எல்லாம் நல்லா இருப்பீர்கள். എന്നെ നോക്കി പറയും നീ ശുശ്രൂഷകനാകും. என்னை பார்த்து நீ ஊழியக்காரனாய் மாறுவாய். നിന്റെ മക്കളും ശുശ്രൂഷകരാകും. பிள்ளைகள் ஊழியம் செய்வார்கள். ഞങ്ങളുടെ അമ്മ ഒരു പ്രവാചകയാണ്. என்னுடைய தாயார் ஒரு தீர்க்கதரிசி. നാട്ടുകാരുടെ പ്രവാചകയല്ല, വീട്ടുകാരുടെ പ്രവാചകൻ. ஓ, ஊர்க்காரருடைய தீர்க்கதரிசி அல்ல, வீட்டுள்ள தீர்க்கதரிசி. അത് തിരിച്ചറിയുന്ന ഒത്തിരി അനുഗ്രഹമാണ്. அது புரிந்து கொள்வது ரொம்ப ஆசீர்வாதம். ചിലർക്ക് ഈ പ്രവചനം തന്നിരിക്കുന്ന നാട്ടുകാരോട് പറയില്ല, നിന്റെ വീട്ടിൽ തന്നെ പ്രവചിക്കാനാ. சிலருக்கு தீர்க்கதரிசனம் தந்தது ஊருக்கு தீர்க்கதரிசனம் சொல்லபடி அல்ல, உன் வீட்டுக்கு தீர்க்கதரிசனம் சொல்லபடி தந்திருக்கிறார். ഞങ്ങളുടെ അപ്പ കൂലി വേലയ്ക്ക് പോകാറുണ്ട്. என்னுடைய தகப்பனார் ஒரு கூலி வேலைக்காய் கடந்து சொல்லுவார். ഇന്ന് ഞാൻ വന്നപ്പോഴും എന്റെ അപ്പം കൂലി വേലയ്ക്ക് പോയെന്ന് കണ്ടിട്ടാ ഞാൻ വന്നു. இன்னைக்கு நான் வரும் பொழுதும் என்னுடைய தகப்பனார் ஒரு கூலி வேலைக்கு போனார் என்பதை பார்த்துதான் வந்திருக்கிறேன். ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി ഓടിച്ച് പുനലൂര് എന്റെ അപ്പന്റെ അമ്മയുടെ കയറി അവിടുന്ന് ഞാൻ വരുന്നത്. நான் மூவாറ്റുபுழையிலிருந்து வாகனத்தை ஓட்டி புனலூரில் இருக்கிற தாய் தகப்பன் வீட்டில போயிட்டு தான் வருகிறேன். ഞങ്ങളുടെ അപ്പൻ എന്ത് ജോലി, വാഴയ്ക്ക് കളയ്ക്കാനാണെങ്കിൽ അത്, കണ്ടം കളയ്ക്കാനാണെങ്കിൽ അത്, മേശരിയെങ്കിൽ മേശരി, മൈക്കാടെങ്കിൽ മൈക്കാട്, ഓൾ റൗണ്ടർ. என்னுடைய தகப்பனார் வாழைக்கு இது பண்ண வேண்டும், வாழை தோட்டத்தில் வேலை செய்வார், மெக்காடு வேலை செய்வார், எல்லா ஆல்ரவுண்டர் வேலைகளும் செய்வார். ഇപ്പോഴും കൂലി വേലയ്ക്ക് പോകുന്നു. இப்போது கூலி வேலை தான் செய்வார். കരങ്ങൾ ഉയർത്തി കർത്താവ് എന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ പോകേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അപ്പന് ഇഷ്ടം, അപ്പം പോകുന്നുണ്ട്. இப்ப போக வேண்டிய தேவையோ இல்ல, என் அப்பாவுக்கு அது ஒரு விருப்பம், போகட்டும். എനിക്ക് 9ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിലാണ് ഞാൻ. അതിന് ഞാൻ പത്രം എറിഞ്ഞും റബ്ബറുകളുടെ ഷീറ്റ് കഴുകാൻ പോയൊക്കെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകും. 9ஆம் வகுப்பு வரைக்கும் படிக்க முடியாத ஒரு சூழ்நிலை அந்த நாட்களில் தொடர்ந்து படிக்கும்படி வாஞ்சித்து நான் ரப்பர் ஷீட் அடிப்பதற்காகவும் பேப்பர் நியூஸ் பேப்பர்கள் எல்லாம் போட்டுதான் அப்படி படிப்பை தொடர்ந்தேன். പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാം. ஆனால் இங்கே நிற்கும்போது நான் உங்களை பார்த்த ஒரு வார்த்தை சொல்லுகிறேன். ചില ബലാത്കാരത്തിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയാണ്. உங்கள் வீட்டுக்குள்ள பலவந்தமான ஒரு ஜெபம் உண்டு என்று சொன்னால் உங்க குடும்பத்தில் சூழ்நிலையை ஆண்டவர் மாற்றுவார். അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. அது சொல்லும்போது கொஞ்சம் கூட புரியும். ഞങ്ങളപ്പ ഈ ചില സമയങ്ങളിൽ പാറ മുട്ടിക്കുന്ന പണിക്ക് പോവാറുണ്ട്. என்னோட தகப்பனார் சில வேளைகளில் பாறை நொறுக்குகிறதான அந்த வேலைக்காக போவார்.
ഞാൻ അപ്പയ്ക്ക് കൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്തും ഒരു 6 വർഷം മുമ്പ് വരെ ഞാൻ അപ്പൻ ജോലിക്ക് പോകുമ്പോൾ അപ്പന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോവായിരുന്നു. 6 ஆண்டுகளுக்கு முன் ஊழியத்துக்கு வந்த பிற்பாடு 6 ஆண்டுகளுக்கு முன்னையும் என்னுடைய தகப்பனார் வேலைக்கு போகும்போது அவருக்கு சில ஆகார பதார்த்தங்களை கொடுக்கும்படியாய் போவேன். അല്ലാതെ നമ്മൾ പാസ്റ്റർ ആയതുകൊണ്ട് അപ്പനെ അമ്മയും കാണാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. நாம் ஊழியக்காரனாய் மாறினதுனால தாய் தகப்பனை பார்க்காமல் இருக்கிற வேலை இல்லை. ഞങ്ങളുടെ അപ്പനും അമ്മ ഇന്നുവരെ എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല, എടാന്ന് ഇപ്പോഴും വിളിക്കുന്നു. என்னுடைய தாய் தகப்பன் எங்களை இப்பொழுதும் போதகரை என்று கூப்பிட மாட்டார், இடான் தான் கூப்பிடுவார். അപ്പൻ ഈ പാറ പൊട്ടിക്കുന്ന സമയം என் தகப்பன் பாறை உடைக்கிற வேலை செய்யும் பொழுது ആരോടോ വാശിയുള്ള പോലെ പുള്ളി കിടന്ന് പാറയിൽ അടിക്കുന്നു. யாரிடத்துல வைராக்கியம் நிறைந்தது போல இந்த பாறையில கிடந்து வேலை செய்வார். എത്ര അടി അടിക്കുന്നറിയോ പാറയ്ക്കകത്ത്? எவ்வளவு நான் அடிப்பார் தெரியுமா அந்த பாறையில. ഞാൻ ഒരു ദിവസം അപ്പനോട് ചോദിച്ചു, நான் ஒரு நாள் தகப்பனை பார்த்து கேட்டேன், ഇത്ര അടിച്ചിട്ട് ഇവൻ പൊട്ടിയില്ലല്ലോ, இவ்வளவு அடி கொடுத்த பிற்பாடு அவள் உடையானியே. അപ്പൻ എന്നോട് പറഞ്ഞ മറുപടി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ബലമാണ്. ஓ நான் தகப்பனை பார்த்து அன்னைக்கு சொன்னதான பதில் இன்றைக்கு எனக்கு ஒரு பலனா இருக்கிறது. അപ്പൻ എന്നോട് അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. அன்னைக்கு தகப்பனை பார்த்து சொன்ன ஒரு வார்த்தை உண்டு. ആദ്യത്തെ അടിക്കാൻ ഇവൻ പൊട്ടിയിട്ടുണ്ട്. முதலாவது அடியில அது உடைந்தது. അവന്റെ പൊട്ടല് നടന്നത് അകത്താ, அவருடைய உடைவு நடந்தது உள்ளுக்கு. അത് തുടർമാനം അടി ചെന്നാൽ അവൻ പൊളിഞ്ഞിരിക്കും. அவன் தொடர்ந்து அந்த அடி படும் பொழுது அவன் உடைக்கப்பட்டிருப்பான். നിന്റെ ആദ്യത്തെ പ്രാർത്ഥനയിലെ ചിലതിന്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. உன்னுடைய முதலாவது ஜெபத்திலேயே சில அஸ்திவாரங்கள் இളകിனது. നീ തുടർമാനം പ്രാർത്ഥിച്ചാൽ ചിലത് പൊളിഞ്ഞു പോകും. நீ தொடர்ந்து ஜெபித்தால் சிலவற்றை ஆண்டவர் நொறுக்கப்படுவார். വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു കർത്താവിനെ സ്തുതിക്കണം. விசுவாசிக்கிற பிள்ளைகளை தட்டி கர்த்தர் நாமத்தை மகிமைப்படுத்தலாம். ശബത്തല പ്രവാദല ഘടകജന. Praise the Lord. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, நான் இது சொல்ல காரணம், കാരണം ഈ വിഴുങ്ങിയതിനെ പുറത്തെടുക്കാനുള്ള സമയമൊന്നുമില്ല, പക്ഷെ കർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ. ஆனால் விழுங்கிறதை வெளியெடுக்க நேரமில்லை, ஆனால் கர்த்தர் ஏதாவது செய்வாராக. കാരണം അതെനിക്ക് പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ, அதை நாம பாயிண்டாக எனக்கு சொல்ல வேண்டுமானால், യോനയെ കടലാന വിഴുങ്ങി. யோனாவை ஒரு பெரிய மீன் விழுங்கினது. പക്ഷെ ആ കടലാനയുടെ വായ്ക്കകത്തുനിന്ന് ദൈവം അവനെ പുറത്തെടുത്തു. அந்த கடல் யாருடைய வாயிலிருந்து கர்த்தர் அவரை வெளியே கொண்டு வந்தார். ബാബേല് ഇസ്രായേൽ മക്കളെ വിഴുങ്ങി. பாபேல் இஸ்ரவேல் ஜனங்களை விழுங்கினது. പക്ഷെ അവന്റെ വായിൽ നിന്ന് ദൈവം അവനെ പുറത്തെടുത്തു. வாயிலிருந்து கர்த்தர் அவரை வெளியே கொண்டு வந்தார். ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്ന നെബൂഖദ്നേസർ രാജാവ് ആലയത്തിൽ ഇരുന്ന മുഴുവൻ സ്വർണവും വെള്ളിയും മുഴുവൻ സാധന സാമഗ്രികൾ അവന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ട് കയറ്റി. പക്ഷെ വചനം പറഞ്ഞു ദൈവം അവയെ പുറത്തെടുത്തു. പുസ്തകത്തിലെ വാസിക്കുമ്പോൾ രാജാവ് ദേവാലയത്തിൽ കാണപ്പെട്ട പാത്രങ്ങളെ തിരികൊண்டு அந்த ஆலயத்தை கொண்டு வந்தார். அவருடைய ஆலயத்தில் இருந்து ஆண்டவர் அதை வெளியே கொண்டு வந்தார். ഒന്ന് ജനത്തെ വിഴുങ്ങി ദൈവം പുറത്തെടുത്തു. முதலாவது ஜனங்களை விழுங்கினார்கள், தேவன் வெளியே கொண்டு வந்தார். രണ്ട് ആലയത്തെ വിഴുങ്ങി ദൈവം അതിനെ പുറത്തെടുത്തു. ஆலயத்தை விழுங்கின கர்த்தர் அதை வெளியே கொண்டு வந்தார். മൂന്ന് അഭിഷക്തനെ വിഴുങ്ങി ദൈവം അതിനെ പുറത്തെടുത്തു. மூன்றாவது அபிஷேகம் பண்ணப்பட்ட ஊழியரை விழுங்கினது ஆண்டவர் வெளியே கொண்டு வந்தார். നാല് ദാവീദിന്റെ ആടിനെ സിംഹം വിഴുങ്ങി, പക്ഷെ അതിന്റെ വായിൽ നിന്ന് അതിനെ പുറത്തെടുത്തു. நான்காவது தாவீதுடைய ஆடை ஒரு சிங்கம் விழுங்கினது, அவருடைய வாயிலிருந்து ஆண்டவர் அதை வெளியே கொண்டு வந்தார். അഞ്ചാമത്തെ പറയുമ്പോൾ കരങ്ങൾ അടിച്ചു സ്തുതിച്ചേ പറ്റത്തുള്ളൂ. ஐந்தாவது காரியம் சொல்லும்போது கைகளை அடித்து துதித்துதான் ஆக வேண்டும். എന്റെ യേശുവിനെ ഈ മണ്ണ് വിഴുങ്ങി 3-ാം ദിവസം മണ്ണിനെ പൊളിച്ച് എന്റെ ദൈവം അവനെ പുറത്തെടുത്തു. பிரசங்கிக்கிற இயேசுவை இந்த மண்ணு விழுங்கினது, ஆனா 3ஆம் நாள் என் ஆண்டவர் அவரை வெளியே கொண்டு வந்தார். കരങ്ങളെ ഉയർത്തി, கைகளை உயர்த்தி ശക്തിയോടെ சக்தியாய் വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിഴുങ്ങി അതിനെ എല്ലാം ദൈവം പുറത്തെടുക്കും. எத்தனை விசுவாசிகள் விழுங்கினதை எல்லாவற்றையும் கர்த்தர் வெளியே கொண்டு வருவார். ഈ 5 പോയിന്റ് ഞാൻ പ്രസംഗിക്കാൻ നിന്ന 5 ദിവസം നിങ്ങൾ കൺവെൻഷന് തരേണ്ടി വരും. இந்த 5 காரியத்தை பிரசங்கிக்க நின்றால் 5 நாட்கள் பிரசங்கிக்க நீங்கள் நேரம் எனக்கு தர வேண்டும். ഒന്നുകൂടെ ഞാൻ പറയുന്നു, ஒன்று கூட சொல்லுகிறேன், ജനത്തെ ദേശം വിഴുങ്ങി, ஜனங்களை தேசம் விழுங்கினது, തമ്പുരാൻ അവന്റെ വായിൽ നിന്ന് പുറത്തെടുത്തു. ஆண்டவர் அவருடைய வாயிலிருந்து வெளியே கொண்டு வந்தார். ആലയത്തെ രാജാവ് വിഴുങ്ങി, ஆலயத்தை ராஜா விழுங்கினார். എനിക്കിത് ലൈവ് ആയതുകൊണ്ടും ഇത് കൺവെൻഷൻ ആയതുകൊണ്ടും എനിക്കിതിനെ പൊരുള് തിരിച്ചു പറഞ്ഞാൽ നാളെ ഞാൻ അകത്ത് കിടക്കും. അതുകൊണ്ടാണ് பாருங்கள், இது லைவும் இதற்கு நான் அர்த்தம் சொன்னால் வித்தியாசமா இருக்கும். ஆகவேதான் ജനത്തെ ദേശം വിഴുങ്ങി, ஜனத்தை தேசம் விழுங்கினது. തമ്പുരാന്റെ മറുപടി, ஆண்டவருடைய பதில், അവന്റെ വായിൽ നിന്ന് ഞാൻ എന്റെ ജനത്തെ പുറത്തെടുക്കും. அவருடைய வாயிலிருந்து நான் என் ஜனத்தை வெளியே கொண்டு வருவேன். കർത്താവേ, ഇതൊരു പ്രൊഫറ്റിക്കൽ സന്ദേശം ഇവരുടെ അകത്ത് കയറട്ടെ. ஆண்டவரே, இந்த தீர்க்கதரிசன வார்த்தை இவர்களுக்குள்ளே பதியட்டும். എനിക്കത് വിശദീകരിക്കാൻ പറ്റത്തില്ല. அதை எனக்கு வியாக்கியானம் பண்ண முடியவில்லை. ആമേൻ. ஆமென். ജനത്തെ ദേശം വിഴുങ്ങി, ஜனத்தை தேசம் விழுங்கினது. തമ്പുരാന്റെ മറുപടി, ஆண்டவருடைய பதில், ഞാൻ പുറത്തിറക്കും. நான் வெளியே கொண்டு வருவேன். ഒന്ന് പറ, ദൈവം പുറത്തിറക്കും. நீங்க சொல்லுங்க, ஆண்டவர் வெளியே கொண்டு வருவார். അയ്യോ, ഒന്ന് വാദം, ഒന്ന് പറ, ദൈവം പുറത്തിറക്കും. சத்தமா சொல்லுங்க, ஆண்டவர் வெளியே கொண்டு നീ வருவார். എത്ര
കൊടുക്കും. നിങ്ങൾ എവ്വളവ് ജനങ്ങളെ അടക്കി ആണ്ടാലും ആണ്ടവരാക്കി ദേവൻ അവരെ വെളിയെ കൊണ്ടുവരുവാൻ. അയ്യോ, അകത്ത് സുവിശേഷത്തിന്റെ ആത്മാവുള്ളവർ ആമേൻ പറയണ്ട. അയ്യോ, ഉള്ള സുവിശേഷത്തിൽ ആവി ഉള്ളവർ ആമേൻ ചൊല്ലുക ബാപ്പാ. എനിക്ക് രൂത്തിന്റെ പുസ്തകം ഇഷ്ടമാണ്. എനിക്ക് രൂത്തിൽ പുസ്തകം ரொம்ப പിടിക്കും. എനിക്ക് എസ്തേറിന്റെ പുസ്തകം എനിക്ക് ഇഷ്ടമാണ്. എസ്തേറിന്റെ പുസ്തകം ரொம்ப പിടിക്കും. ഇത് രണ്ട് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ്. സകല സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങൾ. ഒന്നാമത്തെ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിഴലാണെങ്കിൽ ഒന്നാമത്തെ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിഴൽ എന്ന് சொன்னார். എസ്തേറിന്റെ പുസ്തകം സഭയുടെ നിഴലാണ്. എസ്തേറിന്റെ പുസ്തകം സഭയുടെ നിഴലായിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇനി എസ്തേറിന്റെ പുസ്തകം എനിക്ക് ഇഷ്ടം എന്താണെന്നറിയാമോ? എസ്തേറിന്റെ പുസ്തകത്തിന് ഇഷ്ടമെന്ന് தெரியுமா? എസ്തേർ രാജ്ഞിയായതൊന്നുമല്ല. അവർ റാണിയായിരുന്നതിനാലല്ല. ആമാൻ കഴുമരത്തിൽ കയറിയതുമല്ല. ആമാൻ തൂക്കുമരത്തിൽ ഏറുന്നതിനാലല്ല. ആമാനാണോ നിനക്ക് കഴുമരമാ? ആമാൻ എന്ന് சொன்னாலே உனக்கு தூக்கு மரம்தான். അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. அது வித்தியாசமான சொல்ல இல்ல. ഹാമാനാണോ நீ ஆமானா இருந்தால் നീ കഴുമരത്തിലാ. நீ தூக்குமரத்துலதான். എസ്തേർ ആണോ நீ എസ്തർ എന്ന് சொன்னால் നീ രാജധാനിയിലാ. നീ അരൺമനയിലെ. ഓ, ഇത് ഞാൻ ആരോടോ പ്രവചിക്കുക. ആരിടത്തിലെ തീർക്കദർശനം சொல்லுகிறேன். കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി പ്രവചിക്കുക. പിള്ളേരെ பார்த்து തീർക്കദർശനം. ആ കൊട്ടാരത്തിൽ വസ്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. அந்த அரண்மனை வஸ்தி என்று சொல்லக்கூடிய பெண்மணி இருந்தால் അവർക്ക് ഗ്ലാമർ ഉണ്ടായിരുന്നു. அவருக்கு நல்ல அழகு இருந்தது. പക്ഷെ അതേ സ്ഥലത്ത് എസ്തേർ എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. அந்த இடத்துல எஸ்தர் என்று சொல்லக்கூடிய பெண்மணி இருந்தால் അവർക്ക് ഗ്ലാമർ ഇല്ലായിരുന്നു. அவருக்கு அழகு பெருசா இல்ல. പക്ഷെ അവർക്ക് ഗ്ലോറി ഉണ്ടായിരുന്നു. அவருக்கு மகிமை இருந்தது. ഗ്ലാമർ റിജക്റ്റ് ആയപ്പോ, அழகு தள்ளிவிடப்பட்டப்போ, ഗ്ലോറി സെലക്ട് ആയതുപോലെ மகிமை செலக்ட் ஆனதுപോലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രവചിക്കുക. இங்க எங்களுக்கு தீர்க்கதரிசனம் ദൈവമഹത്വമുള്ള ചിലത് സെലക്ട് ആവുകയാണ്. தேவ மகிமை பெற்றவர் சிலர் செலக்ட் ஆகிறார்கள். കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. கரங்களை தட்டி கர்த்தர் நாமத்தை மகிமைப்படுத்தலாம். എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഗ്ലാമർ എല്ലാം റിജക്റ്റ് ആകും. எப்பொழுது கவனிக்க வேண்டும், அழகெல்லாம் ரிஜெக்ட் ஆகி தள்ளப்படும். ഗ്ലോറി സെലക്ട് ആകും. மகிமை எப்பொழுதும் அங்கீகரிக்கப்படும். അത് ഈ രാജ്യം കാണും. அது இந்த ராஜ்யம் பார்க்கும். അത്രയെങ്കിലും എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. அவ்வளவா எனக்கு சொல்லாமல் போக முடியாது. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. கரங்களை உயர்த்தி கர்த்தரை துதிக்கலாம். ഇന്ന് എന്ത് മറന്നാലും ഇത് മറക്കരുത്. நீ எந்த காரியம் மறந்தாலும் இந்த காரியத்தை மறக்க கூடாது. എന്ത് മറക്കരുത്? எது மறக்க கூடாது? ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട ഈ പ്രവചനത്തെ മറക്കരുത്. இந்த இரவு வெளிப்பட்ட தீர்க்க தரிசனத்தை மறக்க கூடாது. നിങ്ങൾ 2026 കലണ്ടർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് 31-1 തീയതി നിങ്ങളുടെ രാത്രിയിൽ ന്യൂ ഇയർ സർവീസ് കഴിയുന്നതിന് മുൻപ് ഇവിടെ ഞാൻ ഈ ജനുവരി മാസത്തിൽ എന്ത് പ്രസംഗിച്ചോ അത് സഭ കാണും, ദേശം കാണും, അഭിഷക്തന്മാര് കാണും, തലമുറകൾ കാണും. இந்த 2026 ஆண்டு டிசம்பர் மாதம் 31 தேதி முழு இரவு ஜெபத்தில் நீங்க பங்கெடுக்கும் பொழுது நான் இன்றைக்கு பிரசங்கம் பண்ணப்படுற வருஷத்தின் ஆரம்ப நாட்களிலே பிரசங்கம் பண்ணப்பட்ட வார்த்தை உங்கள் சபை, உங்கள் பிராந்தியம், உங்கள் குடும்பம் இதை காண வேண்டும். കാരണം ഇത് പ്രസംഗമല്ല, ഇതൊരു പ്രവചനമാണ്. செய்தி அல்ல, இது ஒரு தீர்க்கதரிசனம். കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. கரங்களை தட்டி ഒന്ന് ദേശത്തെ ജനത്തെ ദേശം വിഴുങ്ങി. ஜனங்களை தேசம் விழுங்கினது. ദൈവം പുറത്തെടുത്തു. ஆண்டவர் வெளியே கொண்டு வந்தார். രണ്ട് ആലയത്തെ രാജാവ് വിഴുങ്ങി. இரண்டாவது ஆலயத்தை ராஜா விழுங்கினார். അത് ഞാൻ എങ്ങനെ പറയും, അത് പറയാൻ പറ്റില്ല. അത്രയും മതി. ആലയത്തെ രാജാവ് അങ്ങ് വിഴുങ്ങി. அப்படி எப்படி சொல்லுவேன் கேளுங்கள். ஆலயத்தை ராஜா விழுங்கினார். പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പുറത്തിറക്കും. ஆண்டவர் சொன்னார், அதை நான் வெளியே கொண்டு வருவேன். ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. பைபிள் அவனமா எழுதி இருக்கிறது. ഞാൻ പുറത്തിറക്കും. நான் வெளியே கொண்டு வருவேன். രണ്ട് കാര്യം ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു. ரெண்டு காரியங்கள் சொன்னேன். മൂന്നാമത് പറയുന്നു, மூன்றாவது சொல்லுகிறேன். അഭിഷക്തനെ മത്സ്യം വിഴുങ്ങി. ஓ, அபிஷேகம் பண்ணப்பட்டவன் ஒரு பெரிய மீன் விழுங்கினது. അതിന്റെ മറുപടി, அதனுடைய பதில், അവനെ ഞാൻ പുറത്തിറക്കാം. அவனை நான் வெளியே கொண்டு வருவேன். നാലാമത് ഞാൻ പറയുന്നു, நான்காவது சொல்லுகிறேன். ആ ആടുകളെ സിംഹം വിഴുങ്ങി. அந்த ஆடை சிங்கம் விழுங்கினது. അതിന്റെ മറുപടി, അഭിഷേകമുള്ളവൻ അതിനെ പുറത്തിറക്കാം. ஓ, அதனுடைய பதில், அபிஷேகம் உள்ளவன் அதை வெளியே கொண்டு வருவான். ഒടുവിലത്തെയാണ് ഞാൻ പറഞ്ഞത്. கடைசியாக நான் சொன்னேன், എല്ലാവരെയും വിഴുങ്ങിയ മണ്ണ്, எல்லாரையும் விழுங்கிறதான மண்ணு, എല്ലാവരെയും കീഴടക്കിയ മണ്ണ്, எல்லாரையும் கீழடக்கிறதான மண்ணு, ഇവിടെ കൊണ്ട് തീർന്ന എല്ലാത്തിനെയും വെല്ലുവിളിച്ച മരണം, ஓ, இங்க இருந்து எல்லாம் முடிந்தது என்று சொல்லி சவால் விட்டதான மரணம், അത് വിഴുങ്ങിയതിനെ എന്റെ ദൈവം പുറത്തെടുത്തു. அதை விழுங்கிறதை என் ஆண்டவர் வெளியே கொண்டு வந்தார். കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்துங்கள். ഇന്ന് രാത്രിയിൽ ചിലത് പുറത്തു വരുന്ന இன்று രാത്രിയാണ്. இரவு சிலவற்றை வெளியே கொண்டு வருகிற இரவு. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5 காரியங்கள் சொன்னேன். ഒരെണ്ണം പോലും വിശദീകരിക്കാതെ ஒன்று கூட நான் வியாக்கியானம் பண்ணாமல் ഇന്ന് നിങ്ങളുടെ അകത്ത്
വിളിക്കുന്നതെല്ലാം ദൈവം പുറത്തിറക്കാൻ നീ വിളിക്കുന്നത് എല്ലാവരും ദൈവം വെളിയെ കൊണ്ടുവരാൻ കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കണം. ഈ 3 തരത്തിലാണ് വിടുതലുകൾ വരുന്നത്. 3 നിലമകളിലെ വിടുതலை வருகிறது. അതൊന്ന് നമ്മുടെ ഇമോഷനകത്ത് ദൈവം വിടുതൽ കൊണ്ടുവരും. முதலாவது நம்முடைய ഇമോഷനുക്കുള്ള ഒരു വിടുതலை വരും. നമ്മുടെ സങ്കടവും നമ്മുടെ പരിതാപവും ഒക്കെ കാണുമ്പോൾ കർത്താവ് വിടുതൽ അയക്കും. பாருங்கள், நம்முடைய பரிதாபங்களை பார்க்கும் பொழுது, வேதனைகளை பார்க்கும் பொழுது, கண்ணீரை பார்க்கும் பொழுது ஆண்டவர் ஒரு விடுதலை அனுப்புவார். രണ്ടാമത്തെ വിടുതലിന്റെ റൂട്ട് നമ്മുടെ ഫെയ്ത്തിനകത്തൂടെ ഇത് വർക്ക്. இரண்டாவது விடுதலையுடைய ஒரு மூல வேலை என்று சொல்கிறது நம்முடைய விசுவாசத்துக்குள்ளே. മൂന്നാമത്തെ വിടുതലിന്റെ റൂട്ട് നമ്മുടെ അവകാശത്തിന്റെ മേല. மூன்றாவது வார்த்தையுடைய அந்த ரூட் என்று சொல்லுகிறது நம்முடைய நம்பிக்கை, அந்த அவகாசத்தின் மீது உள்ள வார்த்தை. ഇന്ന് രാത്രി ഇത് നിങ്ങളുടെ അകത്ത് കിടക്കണം. இந்த இரவு இது மூன்று உங்க உள்ளே இருக்க வேண்டும். നിങ്ങൾ എല്ലാ വിഷയത്തിനും ഇരുന്ന് കരഞ്ഞാൽ വിടുതൽ വരത്തില്ല. ஆகவே எல்லா காரியங்களுக்கும் அழுதால் உங்களுக்கு பதில் வராது. ആ കരയേണ്ടതിന് കരയണം, കൽപ്പിക്കേണ്ടതിനെ കൽപ്പിക്കണം. அழ வேண்டியதற்கு அழ வேண்டும், கட்டளையிட வேண்டியதற்கு கட்டளையிட வேண்டும். അസാധാരണ ട്രാൻസ്ലേഷൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. നമ്മുടെ ഇമോഷന്റെ അകത്ത് ദൈവം ചലിക്കും. நம்முடைய உணர்வுகளுக்குள்ளே ஆண்டவர் அசைவாடுவார். ഒരു കൊച്ചു മഞ്ചത്തിൽ കിടക്കുന്നു. ஒரு பிள்ளை ஒரு பானையிலே கிடக்கப்பட்டிருக்கிறது. മഞ്ചത്തിന്റെ പുറകിൽ ഒരു അമ്മ നിന്ന് കരയുന്നു. அந்த பானைக்கு பின்னாடி ஒரு தாயார் நின்று அழுகிறாள். അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, அங்கே இவனமாக எழுதப்பட்டிருக்கிறது, അവക്കേക മകൻ. அவளுக்கு ஒரே ஒரு பிள்ளை. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, அங்கே இவனமாக எழுதப்பட்டிருக்கிறது, യേശു മനസ്സലിഞ്ഞു മഞ്ചത്തെ തൊട്ടു. இயேசு மனமுருகி பானையை தொட்டார். ഞാൻ എന്തോ ഇവിടെ പറയുന്നത് എനിക്ക് അറിയില്ല. ஏன் நான் சொல்கிறேன்னு தெரியவில்லை. ഇന്ന് മനസ്സലിഞ്ഞ് ചിലതിനെ കർത്താവ് തൊടും. ஆண்டவர் மனமுருகி சிலரை தொடப் போகிறார். എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇതിനെ எத்தனை കർത്താവ് பேர் விசுவாசிக்கிறீர்கள்? ഇന്ന് മനസ്സലിഞ്ഞ് ചിലതിനെ തൊടുന്ന രാത്രിയാ. மனமுருகி ஆண்டவர் சிலரை தொடுகிற இரவு. മനസ്സലിഞ്ഞു തൊട്ടത്. மனமுருகி தொட்டார். ഞാൻ എപ്പോഴും ദൈവത്തിന്റെ ടൈം പ്രസംഗിക്കുന്നതാണ്. நான் எப்பொழுதும் தேவனுடைய நேரத்தை பற்றி பேசுவேன். ഇന്ന് ഇതല്ല ദൈവം ഇവിടെ പറയാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ടൈമേ പ്രസംഗിക്കത്തുള്ളൂ. இன்னைக்கு இது பிரசங்கம் பண்ண ஆண்டவர் சொன்னதுனால இது பேசுகிறேன், அல்லாட்டா கட்டாயமாக நேரத்தை பற்றி தான் பேசுவேன். അവിടെ ഇങ്ങനെ പറയുന്നു, அங்கே என்னமாய் சொல்லுகிறது, അവിടെ നയീൻ എന്ന പട്ടണത്തിനകത്തുനിന്ന് ഒരു മരണത്തിന്റെ റാലിയാ വരുന്നത്. பாருங்க, நயீன் என்று சொல்லுகிற ஊர்ல இருந்து ஒரு மரணத்துடைய ஒரு ஊர்வலம் வருகிறது. പട്ടണത്തിനകത്തുനിന്ന് മരണത്തിന്റെ റാലി. பட்டணத்துக்குள்ள இருந்து ஒரு மரணத்துடைய ஒரு ஊர்வலம் പട്ടണത്തിന് പുറത്തേക്ക് വരികയാണ്. பட்டணத்துக்கு வெளியே வருகிறது. അന്നൊക്കെ പട്ടണത്തിന് പുറത്തുനിന്ന് മറ്റൊരു റാലി പട്ടണത്തിനകത്തോട്ട് കയറും. பட்டணத்துக்கு வெளியே இருந்து இன்னொரு ஊர்வலம் பட்டணத்துக்குள்ள வருகிறது. ഇന്ന് ഇവിടെ കൂട്ടിമുട്ടട്ടെ. இன்னைக்கு அது சேர்ந்து முட்டட்டும். എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ, எனக்கு நல்லா பிடிக்கும். എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. நல்லா பிடிக்கும். കാരണം പട്ടണത്തിനകത്തുനിന്ന് ഒരു കൂട്ടം പട്ടണത്തിന് പുറത്തോട്ട്, நீங்கள் பட்டணத்துக்கு உள்ளே இருந்து பட்டணத்துக்கு வெளியே ஒரு கூட்டம், അത് മരണത്തിന്റെ റാലി, அது மரணத்துடைய ஊர்வலம், അത് കണ്ണീരിന്റെ റാലി, அது கண்ணீருடைய ஊர்வலம், അത് പ്രതീക്ഷയെ തീർന്ന റാലി, அது எதிர்பார்ப்பை முடிந்ததான ஒரு ஊர்வலம், അത് ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത அது റാലി. யாராலும் ஒன்றும் செய்ய முடியாத ஒரு ஊர்வலம். പക്ഷെ പട്ടണത്തിന് പുറത്തുനിന്ന് പട്ടണത്തിന് അകത്തോട്ടൊരു റാലി കയറുന്നുണ്ട്. ஆனா பட்டணத்துக்கு வெளியே இருந்து பட்டணத்துக்கு உள்ளே ஒரு ஊர்வலம் வருகிறது. അത് മരണത്തിന്റെ റാലിയല്ല, அது ஒரு மரணத்துடைய ஊர்வலம் அல்ல, അത് ജീവന്റെ റാലിയാ. அது ஜீவனை கொடுக்கிற ஒரு ஊர்வலம். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനൊക്കെ തിരിപ്പുണ്ട്? எத்தனை விசுவாசிக்கிறீர்கள்? ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയുകയാണ്. நீங்க நின்று கொண்டு ஒரு வார்த்தை சொல்லுகிறேன். മരണത്തിന്റെ റാലിയെ ജീവന്റെ റാലി കൂട്ടിമുട്ടുകയാ. மரணத்துல ஊர்வலத்தை ஜீவன ஊர்வலம் அப்படி தம்மை தம்மை கூட்டி முட்டுகிறது. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, நான் இங்க நின்று தீர்க்கதரிசனமாய் சொல்லுகிறேன். നിന്റെ ലൈഫിൽ പിശാച് വെച്ച ചിലതിനെ ഇന്ന് ജീവൻ കയറി പിടിക്കാൻ പോകുകയാണ്. அங்கே சாத்தான் வைக்கப்பட்டதான சிலவற்றை பல்லகத்தில் அக்கினி, அது ஜீவன் உங்களை பிடிக்க போகிறது. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. உயர்த்தி கர்த்தரை துதிக்கலாம். ജീവന്റെ റാലിയും മരണത്തിന്റെ റാലിയുടെ കൂട്ടിമുട്ടി. ஓ ஜீவனுடைய ஊர்வலமும் மரணத்துடைய ஊர்வலமாக தம்மில் இன்னைக்கு கூட்டி முட்டட்டுமே. മരണത്തെ ജയിച്ചു ജീവൻ അവിടെ എഴുന്നേറ്റ് നിൽക്കും. மரணத்தை வெற்றி பெற்று ஜீவன் எழுப்பி நின்றது. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, அங்கே நீங்கள் கவனித்தால், അവൾ പ്രാർത്ഥിച്ചിട്ടില്ല, அவள் ஜெபிக்கவில்லை, അവൾ അപേക്ഷിച്ചിട്ടില്ല, அவள் வேண்டிக் கொள்ளவில்லை, അവൾക്ക് യേശുവുമായിട്ട് ബന്ധമില്ല, அவள் இயேசுவுமாக எந்த ஐக்கியமில்லை, അവൾ 21 ഇരുന്നില്ല, அவள் 24 உபவாசம் பண்ணவில்லை, ഒന്നും ചെയ്തിയായിട്ട് വചനം പറയുന്നില്ല. ஒன்று கேட்டு வசனம் சொல்லவில்லை. പക്ഷേ അവളുടെ
കണ്ടപ്പോ കർത്താവ് തൊട്ടു. ஆனால் அவருடைய கண்ணீரை பார்த்த உடனே இயேசு தொட்டார். അതാണ് ഇമോഷന്റെ പുറത്ത് ചലിക്കുന്ന വിടുതൽ. அதுதான் உணர்வுகள் மேல கிரியை செய்கிறதான இயேசுவின் அற்புதம். അതാണ് നിങ്ങൾ പല കൺവെൻഷനിലും കാണുന്നത്. ഒരു മീറ്റിംഗിനും വരാത്തവർ പുറകിൽ വന്ന് വിടുതൽ മേടിച്ചോണ്ട് പോകും. ஆகவே சில கன்வென்ஷன் கூட்டத்திலே ஒரு கூட்டங்களுக்கு வராதவர் பின்னாடி நிற்பார்கள், அந்த விடுதலை பெற்று போவார்கள். നിങ്ങളുടെ കൂടെ കൈ അടിച്ച് തുടങ്ങിയ പലരും വിടുതൽ കൊണ്ടുപോയി. உங்களோடு கூட கரங்களை தட்டி ஆராதித்த பலரும் விடுதலையோடு போனார்கள். അത് ഇമോഷന്റെ പുറത്ത് ചലിച്ച വിടുതലാണ്. உணர்வுகள் மீது கிரியை செய்கிறதான അற்பുതം. എന്താ നിങ്ങൾ ഞാൻ 3 സ്ത്രീകളെ കൊണ്ടുവരാൻ പോയപ്പോ நான் 3 സഹോദരങ്ങളെ കൊണ്ടുവരാൻ പോകുகிறேன். ഇത് ഇമോഷന്റെ പുറത്ത് തലമുറയുടെ വിടുതൽ. இது ഉണർവുകൾ மீது തലമുറകൾക്ക് ഒരു വിടുതலை. എന്നാൽ മർക്കോസിന്റെ വേറൊരു സുവിശേഷത്തിനകത്ത് இன்னொரு சுவிசேஷத்தில் வாசிக்கும் பொழுது അവിടെ ഇങ്ങനെ പറയുന്നു, அங்கே விண்ணமாய் வாசிக்கிறோம், ഭൂത ഉപദ്രവമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു അമ്മ വന്ന് നിൽക്കുകയാണ്. பிசாசினால் அலக்கழிக்கப்படுகிற ஒரு பிள்ளையுமாக தாயார் வந்திருக்கிறார். അവള് വന്ന് പറയുകയാ, அவள் வந்து சொல்லுகிறார், എന്റെ മകൾക്ക് ഭൂതത്തിന്റെ ഉപദ്രവം. ஓ என்னுடைய மகள் பிசாசினால் அலக்கழிக்கப்பட்டு கொண்டே இருக்கிறார். ഇതിൽ ഞാൻ ഇവിടം കൊണ്ടാണ് ഈ ദൂതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. இந்த இடத்துல தான் இந்த செய்திக்கு முன்பாக நான் நுழைகிறேன். ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി ശബ്ദപരിധിയുടെ അകത്ത് വീടുകളിലും തെരുക്കോണുകളിലും വഴികളിലും വിമർശിക്കാനും കേൾക്കാനും ആഗ്രഹത്തോടെ ശബ്ദപരിധിയുടെ ശ്രവണ മതത്തിനകത്തിരിക്കുന്ന സകലതിനെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, இந்த ஒலிபெருக்கின் மூலமாய் வீடுகளிலும் தெருக்களிலும் இந்த ஒலிபெருக்கின் மூலம் கேட்டுக்கொண்டிருக்கிற உங்கள் அத்தனை பேரை பார்த்து சொல்லுகிறேன், മക്കളെ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലെന്ന്. ஓ பிள்ளைகளை எல்லா பிரச்சனைகளும் பிரச்சனைகள் அல்ல, എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല, எல்லா வியாதிகளும் வியாதிகள் அல்ல, എല്ലാ കടഭാരവും കടഭാരമല്ല, எல்லா கடன் பிரச்சனை அல்ல. ചിലതിന്റെ എല്ലാം പുറകിൽ പിശാച് അറുക്കാനും മുടിക്കാനും കയറിയതാണ്. ஒரு சிலருடைய பிரச்சனைக்கு பின்னாடி சத்துருவாகிய சாத்தான் அடிக்கும்படி உங்களை உழைக்கும்படியாக வந்திருக்கிறார். പക്ഷേ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നിന്റെ വീട്ടിനകത്ത് യേശു കയറും. இந்த இரவு நீங்கள் விசுவாசித்தால் உங்க வீட்டுக்குள்ள இயேசு கிறிஸ்து வருவார். വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? எத்தனை பேர் விசுவாசிப்பீர்கள்? ആമേൻ. ஆமென். ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. நான் இன்றும் விசுவாசிக்கிறேன். എന്റെ ചർച്ചിൽ 20-ലധികം ഡോക്ടർമാരുള്ള സഭയുടെ പാസ്റ്ററാണ്. ஓ என்னுடைய சபையிலே 20க்கு மேற்பட்ட மருத்துவர்கள் உள்ள சபையுடைய போதகர் தான் நான். ഞാൻ പക്ഷേ ഇപ്പോഴും വിശ്വസിക്കുന്നു. நான் இப்பொழுது விசுவாசிக்கிறேன். എല്ലാ രോഗവും രോഗമല്ല. எல்லா வியாதிகளும் வியாதிகள் அல்ல. എത്ര പേര് വിശ്വസിക്കുന്നു? எத்தனை பேர் நம்புகிறீங்க? ഇത് മനസ്സിലാക്കിയ വിടുതല ഉണ്ടാകും. இது புரிந்து கொண்டால் விடுதலை. രോഗമാണോ? வியாதியா? നീ ചികിത്സിക്കണം. நீ அதுக்கு சிகிச்சை எடுக்க ഇവിടെ வேண்டும். 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരുടെ പുറകിൽ നടന്ന് വീട് പോയി, കുടുംബം പോയി, തലമുറ പോയി, ജീവിതം പോയി, എല്ലാം പോയി. അവസാനം അവൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ തിരുവചനം പറയുന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. இங்கே 12 ஆண்டுகளாக ஒரு சகோதரி பெரும்பாடு பிடித்தவளாய் அவள் அங்கும் இங்கும் வைத்தியசாலைகளிலும் பல இடங்களும் வீட விட்டு சொத்தை நஷ்டப்பட்டு எல்லாம் இழந்தவளாய் தன்னை தரித்தவளாய் இருக்கும் பொழுது பரிசுத்த பைபிள் வாசிக்கிறோம், அவள் ஒரு நாள் இயேசு கிறிஸ்து வஸ்திரத்தின் ஓரத்தை தொட்டாள். അടുത്ത മിനിറ്റിൽ നസ്രയന്റെ അധരങ്ങളിൽ നടന്നു വീണ ഒരു പദമുണ്ട്, സ്ത്രീയെ സമാധാനത്തോടെ പോകാ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകാം. அந்த க்ஷணமே அவளுடைய சரீரத்தில் வல்லமை அவளை தொட்டது. அவர் அவளை பார்த்து சொன்னார், சகோதரியே, மகளே, திடன்கொள், நீ சமாதானத்தோடு வீட்டுக்கு போ. അർത്ഥം രോഗം മാറി സൗഖ്യമായെന്നല്ല, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാണ്. அவளுடைய அர்த்தம் வியாதி நீங்கி சுகமாகவில்லை, அவளோட வாதை பிசாசு மாறி சுகமானாள். സത്യമായിട്ട് രോഗമാണെങ്കിൽ ഡോക്ടർ ചികിത്സിച്ചാൽ മാറും. உண்மையாகவே வியாதி என்று சொன்னால் அந்த மருத்துவ ட்ரீட்மெண்ட் கொடுத்தால் சுகமாகும். ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ കുഞ്ഞെ അത് രോഗമല്ലടാ, അത് പിശാചിന്റെ സെറ്റിംഗ്. ஓ மருத்துவ ட்ரீட்மெண்ட் கொடுத்துட்டு மாறவில்லைன்னு சொன்ன பிள்ளைகளே, அது சாத்தானுடைய ஒரு தந்திரம் என்பதை மறந்து போக கூடாது. ചിലതിനെ അമ്മയുടെ ഗർഭം മുതൽ മുടന്താക്കിയതാ. சிலரை தாயின் கற்பத்தில் இருந்து அது ஊனமுள்ளதாய் மாறினது. ചിലതിനെ 38 വർഷമായിട്ട് മുടന്താക്കിയതാ. சிலரை 38 வருடங்களாக முடவராய் காணப்பட்டது. ചിലതിനെ പെട്ടെന്ന് അറ്റാക്ക് എന്ന വ്യാജേനം കൊന്നുകളയുന്നത്. சிலரை திடீரென்று வருகிற அட்டாக் என்கிற வியாதியினால் கொண்டு போக வேண்டும். ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, இன்று இரவு இயேசு கிறிஸ்து நாமத்தினாலே ചില മരണത്തിന്റെ ശക്തികൾ ഇവിടെ അഴിയട്ടെ. சில மரணத்தின் வல்லமைகள் அழியட்டும். വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ച് விசுவாசிக்கிற பிள்ளைங்க காரங்களை தட்டி എല്ലാ രോഗങ്ങളും ഒന്നും രോഗങ്ങളല്ല. எல்லா வியாதிகளும் வியாதிகள் அல்ல. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. அது நம்முடைய தவறான சிந்தை. രോഗമാണ്
ഡോക്ടർ ചികിത്സിച്ചാൽ മാറും. வியாதி என்று சொன்னால் மருத்துவ ட்ரீட்மெண்ட் தந்தால் அது மாறும். എന്റെ ചർച്ചയിൽ ആർക്കെങ്കിലും രോഗമാണെങ്കിൽ ഞാൻ പറയും അത് ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറാനാണെങ്കിൽ അത് രോഗമാണ്, അല്ല പ്രാർത്ഥിച്ചിട്ട് മാറാനാണെങ്കിൽ അത് വാതയുണ്ട്. உங்க வியாதி என்று சொன்னால் மருத்துவர் உங்களுக்கு ட்ரீட்மெண்ட் தரும்போது சுகமாகும். இல்ல வாதை என்று சொன்னால் அவர் ட்ரீட்மெண்ட் செய்தால் மாறாது. 5 മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുള്ളത്. 5 നിമിഷം தான் எனக்கு முன்னே இருக்கிறது. ഞാൻ എങ്ങും എത്തിയില്ല, ഞാൻ എങ്ങും വരവിல்லை. പക്ഷെ നിങ്ങളുടെ അകത്ത് ചിലത് വീണിട്ടുണ്ട്. ஆனால் இந்த இரவு உங்களுக்குள்ள சில காரியங்கள் വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി கரங்களை தட்டி கர்த்தருடைய நாமத்தை மகிமைப்படுத்தலாம். ഒറ്റവാക്കി കഴിഞ്ഞ ദിവസം ചർച്ചയിനകത്തുള്ള ഒരു കാര്യം പറയും. ஒரே ஒரு வார்த்தை போன நாட்கள் சபையிலே நடந்ததான ஒரு காரியத்தை சொல்லுகிறேன். നല്ലതുപോലെ പാടുന്ന ഒരു ആന്റി, நல்ல முறை பாடக்கூடிய ஒரு தாயார், പല ട്രൂപ്പുകളിലും പാടുന്ന ഒരു ആന്റി, பல குரூப்புகளில் பாடக்கூடிய தாய், പെട്ടെന്ന് നെഞ്ചിനൊരു വേദന വന്നു. திடீரென்று சொல்லி ஒரு நெஞ்சு வலி வந்தது. പെട്ടെന്ന് പോയി ചെക്ക് ചെയ്തു. திடீரென்று அதை டெஸ்ட் பண்ணினார்கள். പെട്ടെന്ന് ഡോക്ടർക്ക് ഒരു ഡൗട്ട്, ബയോപ്സി എടുക്കാൻ പറഞ്ഞു. அந்த மருத்துவருக்கு சந்தேகம், பயோப்சி எடுக்கும்படி சொன்னார்கள். ബയോപ്സിയുടെ റിസൾട്ട് പെട്ടെന്ന് വന്നു. பயோப்சி ரிசல்ட் திடீரென்று வந்தது. എല്ലാം 3 മാസം കൊണ്ട് നടന്ന കാര്യവും, எல்லாம் 3 மாதத்துல நடந்த காரியங்கள். ഡോക്ടറുടെ വായിൽ ഒരു വാക്ക് വന്നു. மருத்துவ வாயில ஒரு வார்த்தை, ക്യാൻസർ 4th സ്റ്റേജ്. கேன்சர் 4வது நிலைமையில் இருக்கிறது. അടുത്ത പദം, அடுத்த வார்த்தை, നിന്റെ ശരീരത്തിന് മുഴ കയറാൻ ഒരു സ്ഥലമില്ല. உன்னுடைய சரீரத்தில் இனி முளை உண்டாவதற்கு ஒரு இடம் கூட இல்ல. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. எனக்கு அது புரியவே இல்லை. രോഗമാണ് നേരത്തെ ഒന്ന് അറിയണ്ടേ. ஓ வியாதி என்று சொல்ல நேரமே புரியுமல்ல. ഇത്രയും മുഴ ശരീരത്തിൽ ഇരുന്നിട്ട് അതൊന്ന് കാണണ്ടേ. இவ்வளவு பெரிய சரீரத்தில் இருந்தது அவன் காண வேண்டாமா? ഞാൻ സഭയോട് പറഞ്ഞു, நான் சபையை பார்த்து சொன்னேன், ഇത് സഭയ്ക്ക് ഒരു ചലഞ്ചാണ്. இது சபைக்கு ஒரு சேலஞ்ச். ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി വിളിച്ചു പറയുകയാണ്, சிலரை பார்த்து சொல்லுகிறேன், നിന്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ നിനക്കൊരു ചലഞ്ചാണ്. வீட்டுக்குள்ள இருக்கிற சில பிரச்சனை உனக்கு ஒரு சவால். നമ്മുടെ സഭയിലെ ചില പ്രശ്നങ്ങൾ നമുക്കൊരു ചലഞ്ചാണ്. சபையில சில பிரச்சனை நமக்கு ஒரு சவாலா இருக்கிறது. ഒരു വാക്ക് പറയാതെ ഇവിടെ ഞാൻ എങ്ങനെ പോകും? ஒரு வார்த்தை சொல்லாமல் எப்படி போவேன்? അല്ലെങ്കിൽ ഞാൻ എവിടെ പ്രസംഗിച്ചാൽ അവസാനം ഒരു ആത്മയുദ്ധത്തിൽ കയറും. അതാ ഏറ്റവും വലിയ വിഷയം. எங்க பிரசംഗം ஒரு ஆவிக்குரிய யுத்தத்திலே போவேன், அதான் பிரச்சனை. ഈ യുദ്ധം വരുമ്പോഴേ, இந்த யுத்தம் வரும்பொழுது ഈ ഫെലിസ്തീൻ ഒരു പരിപാടി കാണിക്കും. இந்த பெலிஸ்தீன் ஒரு காரியத்தை செய்வான். അവൻ യോദ്ധാക്കളെ പിടിച്ചോണ്ട് പോകത്തില്ല, அவன் யுத்த வீரர்களை பிடித்து கொண்டு போக மாட்டான், രാജാവിനെ പിടിച്ചോണ്ട് പോകും. ராஜாவை கொண்டு போக மாட்டான். അവൻ വന്നിട്ട് കൊല്ലന്മാരെ മൊത്തം കൊണ്ടുപോകും. அவன் வந்துட்டு கொல்லர்கள் மட்டும் கொண்டு போவான். ഞങ്ങള് വായിച്ചിട്ടുണ്ടോ? வாசித்திருப்பீர்களா? അതൊക്കെ വായിക്കണം, அதெல்லாம் வாசிக்க வேண்டும். യുദ്ധം വരുമ്പോ ഫെലിസ്തീൻ വന്ന് രാജാവിനെ കൊണ്ടുപോയെന്നല്ല, யுத்தம் வரும்பொழுது பெலிஸ்தீனர் வந்து ராஜாவை சிறைபிடித்து கொண்டு போனார்கள் அல்ல, யுദ്ധം ചെയ്യുന്ന യോദ്ധാക്കളെ കൊണ്ടുപോയെന്നല്ല, யுத்தம் செய்யும்படி வந்திருக்கிற யுத்த வீரர்களை கொண்டு போகும்படி அல்ல. അവൻ വന്നിട്ട് ദേശത്തുള്ള മുഴുവൻ കൊല്ലന്മാരെ പിടിച്ചോണ്ട് പോകും. அவன் வந்து தேசத்தில் காணப்படுகிற கொல்ல தச்சர்களை பிடித்து கொண்டு போவான். ഞാനിത് വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. நான் வாசித்தது കൊണ്ട് புரியவில்லை. ഞാനൊരു രാജാവെങ്കിൽ മറ്റൊരു ദേശത്ത് വരുമ്പോൾ അവിടുത്തെ യോദ്ധാക്കളെ രാജാവിനെ മൊത്തം പിടിച്ചോണ്ട് പോകും. நான் ராஜாவாக இருந்தால் இன்னொரு தேசத்தில் யுத்தத்துக்காக போகும்பொழுது அங்கே இருக்கிற ராஜாக்களையும் யுத்த வீரர்களையும் சிறைபிடித்து கொண்டு போவோம். പക്ഷെ ഫെലിസ്തീന്റെ പ്രത്യേകത, അവൻ രാജാവിനെ പിടിക്കത്തില്ല, യോദ്ധാക്കളെ പിടിക്കത്തില്ല, കൊല്ലനെ ആദ്യം ഒന്ന് കൊണ്ടുപോകും. ஆனால் பெலிஸ்தீனர் வரும்பொழுது அவர்கள் விசேஷம் என்று சொன்னால் ராஜாவும் வேண்டாம் யுத்த வீரர்களும் வேண்டாம், தச்சர்களை கொல்லர்களை பிடித்து கொண்டு போவார். ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. நான் அதை வாசித்த போது ஒரு காரியம் ഈ புரிந்தது. കൂട്ടത്തിലെ കൊല്ലനെ പിടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? இந்த கூட்டத்துக்குள்ள இருக்கிற தச்சர்களை பிடிப்பது எதற்கு தெரியுமா? കൊല്ലനുണ്ടെങ്കിലേ രാജാവിന് വാളുള്ളൂ. கொல்லன் இருந்தால்தான் ராஜாவுக்கு வாள் கொண்டு வர முடியும். കൊല്ലനുണ്ടെങ്കിലേ യോദ്ധാവിന് വാളുള്ളൂ. கொல்லன் இருந்தால் மட்டும்தான் யுத்த வீரர்களுக்கு வாள் உண்டு. കൊല്ലനില്ലെങ്കിൽ വാളില്ല. கொல்லன் இல்லை என்று சொல்ல வாள் இல்லை. കൊല്ലനില്ലെങ്കിൽ ആയുധമില്ല. கொல்லன் இல்லை என்று சொல்ல ஆயுதம் இல்லை. ഒന്നുകൂടെ പറഞ്ഞ, കൊല്ലനില്ലെങ്കിൽ മൂർച്ചയില്ല. கொல்லன் இல்லை கூர்மையான ஆயுதம் இல்லை. ആരെന്നറിയാമോ? കൊല്ലന്മാര്. யார் தெரியுமா? அந்த தச்சர். അവർക്ക് പേരില്ല, பேரில்லை, അവർക്ക് പ്രശസ്തിയില്ല, புகழில்லை, അവർക്ക് റവയില്ല, ഒന്നുമില്ല. இல்லை, ஒண்ணுமில்லை. അവരുടെ പ്രത്യേകത, மகிமை, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. தச்சர்கள் മനസ്സിലാക്കുന്നെങ്കിൽ ആമേൻ പറയണം. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവന്റെ പേരാണ് കൊല്ലൻ. ஜெபிக்கிறவனுடைய பேர் தான் தச்சன். പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത എന്താ? ஜெபிக்கிறவனுடைய மேன்மை என்ன? അവൻ യോദ്ധാവിന്റെ വാളിന്റെ മൂർച്ച കൂട്ടുന്നവനാ. അവൻ യുദ്ധ വീരനുடைய വാളുடைய കൂർമ്മ அதிகரிப்பான். അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ വീട്ടിൽ നിന്ന് പിശാച് തട്ടും. ஆகவே ஜெபிக்கிறவனை வீட்டில் இருந்து சாத்தான் തട്ടും. എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ആരാധിക്കുന്നവനെ ആദ്യം പിടിക്കും. ஆராதிக்கிறவன் முதலாவது பிசாசு தொடும். ഇവൻ ഇരുന്നാൽ മൂർച്ച കൂടും. இவன் இருந்தால் கூர்மை அதிகரிக்கப்படும். ഇവൻ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നത്. இவன் ஆயுதத்துக்கு கூர்மை கூட்டுவான். പിശാചിന് ഒരു കാര്യം മനസ്സിലായി. பிசாசு ஒரு காரியம் புரிந்தது. ഈ മൂർച്ച കൂട്ടുന്നവനെ പിടിച്ചാൽ ഇവന്റെ ആയുധവുമില്ല, മൂർച്ചയില്ല. இந்த ஆயுதத்தை கூர்மைப்படுத்துகிற பிடித்தால் இவனுக்கு ஆயுதமும் இல்லை, கூர்மையும் இல்லை. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരില്ലാത്ത. ஆகவேதான் சபைகளுக்குள்ளே ஜெபிக்கிறவர்கள் இல்லை. അതുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. ஆனால் பிரசங்கம் பண்ணுகிறவர்கள் உண்டு, ஜெபிக்கிறவர்கள் குறைவு. പാടുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവർ
കുറവാ. பாடுகிறவர்கள் உண்டு, ஜெபிக்கிறவர்கள் குறைவு. പക്ഷേ ഇന്ന് രാത്രിയിൽ ആത്മാവ് ഇടപെടുന്നു. இந்த இரவு ஆவியானவர் சொல்லுகிறார், ഒരു റിവൈവൽ കൊതിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, எழுப்புதலுக்காக விரும்புகிறவர்கள் உண்டு என்று சொன்னார். വീണ്ടും ഒരു സന്ദർശനം നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, மறுபடி ஒரு செய்திக்காக நீங்கள் வாஞ்சிப்பீர்கள். കൊല്ലന്മാർ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. தச்சന്മാർ எழும்பும்படி ஜெபியுங்கள். വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി, விசுவாசிக்கிறவர்களை கைகளை உயர்த்தி. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് മൂർച്ച കൂട്ടുന്നത്. எப்பொழுது ஜெபிக்கிறவர்கள் தான் கூர்மையாக்குவார்கள். എന്റെ അമ്മയ്ക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, என் அம்மாவுக்கு ஜெபிக்க பிரசங்கம் பண்ண தெரியாது. പക്ഷെ എന്റെ അമ്മയ്ക്ക് മൂർച്ച കൂട്ടാൻ അറിയാം. என் அம்மாவுக்கு கூர்மைப்படுத்த ஜெபம் നമ്മുടെ ചർച്ചയിൽ സഭയ്ക്കകത്തിരിക്കുന്ന പലർക്കും പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. எங்க சபைக்குள்ள இருக்கிற அநேகருக்கு பிரசங்கம் பண்ண தெரியாது. പക്ഷെ ചിലർക്ക് മൂർച്ച കൂട്ടാൻ അറിയാം. ஆனா சிலருக்கு அதை கூர்மையாக்கும்படி தெரியும். എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നു. ஏதோ தேவ பரிசுத்த ஆவியானவர் இந்த ராத்திரியில் பேசுகிறார். മൂർച്ച കൂട്ടുന്നവർ എഴുന്നേറ്റാൽ ഒരു ചെയർ പോലും മിസ്സായി കിടക്കത്തില്ല. கூர்மை உண்டாக்குறவர் எழும்ப ஒரு சேர் கூட மிஸ் ஆகாது. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? எத்தனை பேர் அதை விசுவாசிக்கிறீர்கள்? എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല, எல்லா வியாதிகளும் வியாதிகள் அல்ல. എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. எல்லா வியாதிகளும் வியாதிகள் அல்ல. ഇന്ന് രാത്രിയിൽ ആത്മാവ് ഒരു വാക്കിടപെടുകയാണ്. இந்த இரவு பரிசுத்த ஆவியானவர் ஒரு வார்த்தை சொல்லுகிறார். വിഴുങ്ങി അതിനെ എന്റെ ദൈവം പുറത്തിറക്കാൻ പോകുകയാണ്. விழுங்கியதை நான் வெளியே கொண்டு ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ഈ രാത്രിയിൽ. ஒரு நிமிடம் ஆண்டவர் சமூகத்தில் எழும்பி நிற்கலாம். എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ഈ രാത്രിയിൽ. எல்லா தேவப்பிள்ளை இந்த ராத்திரியில் எழும்பி நிற்கலாம். ഒരുമിച്ച് പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ഈ രാത്രിയിൽ. சீக்கிரமாய் ഒരുമിച്ച് നാം ദേവ സമൂഹത്തിൽ எழும்பி നിൽക്കണം. അഭിഷേകന്മാരെ 2-3 മിനിറ്റ് കൂടെ എനിക്ക് എടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ, ഒരു 2 നിമിഷം കൂടെ എടുക്കലാമാ? ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാവരും എല്ലാവരും. எழும்பலாமே. ഇന്ന് രാത്രി എത്ര പേര് പറയോ? இந்த இரவு எத்தனை பேர் சொல்லுவீர்கள்? ഇന്ന് രാത്രി എത്ര പേര് ഇതിനകത്തൊന്ന് തീരുമാനിക്കോ? இந்த இரவு எத்தனை நபர் இதற்குள்ள தீர்மானம் ഇന്ന് எடுப்பீர்கள்? നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. நீங்கள் உங்களையே சோதித்து பார்க்க வேண்டும். അത് രോഗമാണോ ബാധയാണോ? அது வியாதியா அல்லது பிசாசா? നാല് തരത്തിലുള്ള നഷ്ടമാണ് ബൈബിൾ പറയുന്നത്. 4 തരത്തിലുള്ള നഷ്ടങ്ങളെ പറ്റി ബൈബിൾ சொல்லுகிறது. വെട്ടിക്കിളി വെട്ടുന്നതാ, வெட்டுக்கிளி வெட்டுகிறது, തുള്ളൻ എടുക്കുന്നതാ, அது வெட்டுக்கிளி அல்லது என்ன பூச்சி, முசுக்கட்டை பூச்சி துள்ளுகிறது. വെട്ടുക്കിളി തുള്ളൻ, வெட்டுக்கிளி அல்லது முசுக்கட்டை, പച്ചപ്പുഴു വിട്ടിൽ, பச்சைப்புழு அல்லது பச்சைப்புழு വിട്ടിൽ. விட்டில். ഈ 4 ക്യാരക്ടറാ, 4 சுபாவங்கள். അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഇന്ന് രാത്രിയിലൂടെ ബ്രേക്ക് ആവുക യേശുവിന്റെ നാമത്തിൽ. നഷ്ടങ്ങൾ இந்த இரவு இந்த ராத்திரி வேளையில் பிரேக் அவுட் ஆகிறது. എടാ, നയീനിലെ വിധവയുടെ വിടുതൽ അത് ഇമോഷന്റെ പുറകിലാണ്. നയീൻ പട്ടണത്തിൽ വിധവയുടെ വിടുതலை അത് ഒരു ഉണർവുടെ വിടുതலை. എന്നാൽ ദാണ്ടെ ഇപ്പോൾ ഈ കുഞ്ഞിന് ഭൂതോപദ്രവമാണെന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്ന ഈ സ്ത്രീയുടെ വിടുതൽ നടക്കുന്നത് അവളെ കരഞ്ഞിട്ട് യേശു നോക്കിയില്ല, അവളുടെ വാക്കിനെ യേശു മൈൻഡ് ചെയ്തില്ല. യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്, മക്കളുടെ അപ്പം എടുത്തു ഞാൻ നായി കുട്ടികൾക്ക് കൊടുക്കത്തില്ല. பிடிக்கப்பட்ட சகோதரியை பார்த்து அவளுக்கு ஒரு விடுதலை கொடுக்கும் பொழுது ஒரு நாய்க்குட்டிகளுக்கு இந்த அப்பத்தை எடுத்து கொடுக்க மாட்டேன் என்று சொல்லுகிறார். അതിന്റെ അർത്ഥം നിന്റെ വിടുതൽ മോളെ കിടക്കുന്നത് ഇമോഷന്റെ അകത്തല്ലടി. അന്പാന ദൈവ പിള്ളയെ ഉന്നയുടെ വിടുതலை அந்த ഉണർവുകൾക്കുള്ള ഇല്ല. നീ കരഞ്ഞാൽ ഇതിന് വിടുതലില്ല. നീ അഴുതാൽ ഉനക്ക് വിടുതலை ഇല്ല. നിന്റെ മുഖം വാടിയിരുന്നാൽ ഇതിന് വിടുതലില്ല. ഉன்னுடைய മുഖം വാടിപ്പോയാൽ വിടുതலை ഇല്ല. പക്ഷെ അടുത്തൊരു വാക്കുണ്ട്, അവൾ ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. വിശ്വാസത്തിൽ ഒരു വാർത്ത சொன்னார். അടുത്ത സെക്കൻഡിൽ യേശുവിന്റെ മറുപടി, അടുത്ത നൊടിയിൽ യേശുവിന്റെ പതിൽ, പോയിക്കൊള്ളുക, നിന്റെ വീട്ടിൽ സൗഖ്യം നടന്നു. വീട്ടുകളെ പോ, ഉനക്ക് വിടുതலை നടന്നത്. ഒന്നാമത്തെ വിടുതൽ, முதலாவது விடுதலை അത് ഇമോഷൻ, അത് ഉണർച്ചുകള്. രണ്ടാമത്തെ വിടുതൽ, രണ്ടാമത് വിടുതலை അത് വിശ്വാസത്തിൽ, അത് വിശ്വാസത്തോട്. 18 വർഷം ഒരു സ്ത്രീ ആലയത്തിൽ റാ പോലെ വളഞ്ഞിരിക്കുക. 18 ആണ്ടുകളാக ഒരു സഹോദരി ആലയത്തിൽ റാ പോലെ വളഞ്ഞു കാണപ്പെടുகிறார். ആ സ്ത്രീയെ കണ്ടപ്പോൾ നസ്രത്തുകാരൻ ഒരു ചോദ്യം ചോദിച്ചു, ഇവൾ ആരാ? அந்த மகளை பார்த்தപ്പോൾ നസ്രത്തുകാരൻ ഒരു കേൾവി കേട്ടാൽ, ഇവൾ യാർ? അടുത്തു നിന്ന് ആരോ പറഞ്ഞു, അവൾ അബ്രഹാമിന്റെ കൊച്ചുമകളാ. അവ പക്കത്തുനിന്ന് ഒരു നബർ சொன்ன, ഇവൾ അബ്രഹാമിന്റെ കുമാരത്തി. അടുത്ത സെക്കൻഡിൽ നസ്രയുടെ അതരങ്ങളിൽ നടന്നു വീണ പദം, ഇവൾ അബ്രഹാമിന്റെ മകളാകയാൽ ഇവൾ ഇനി ഇങ്ങനെ വളഞ്ഞിരിക്കാൻ പാടില്ല, സ്ത്രീയെ നിവരുക. അടുത്ത നിമിഷത്തിൽ നസ്രത്തുകാരന്റെ വായിലിருந்து വന്നതൊരു വാർത്ത, സ്ത്രീയെ നീ കുനിഞ്ഞു നിൽക്ക വേണ്ടാം, നസ്രത്ത് യേശു നാമത്തിൽ നിമിർന്നു നില്ല്. ഒന്നാമത്തെ വിടുതൽ ഇമോഷന്റെ അകത്ത്, முதலாவது விடுதலை உணர்வுகளுக்குள்ள விடுதலை, രണ്ടാമത്തെ വിടുതൽ വിശ്വാസത്തിനകത്ത്, விடுதலை விசுவாசத்தோடு விடுதலை, മൂന്നാമത്തെ വിടുതൽ അവകാശത്തിന്റെ മേൽ, மூன்றாவது விடுதலை அவகாசத்தின் மீது. ഇന്ന് രാത്രിയിൽ നീ തിരിച്ചറിയുക, ഇന്ന് இரவு നീ புரிந்து கொள்ள வேண்டும்.
കൽപ്പിക്കേണ്ടതിന് കൽപ്പിക്കുക, പിടിച്ചു വാങ്ങേണ്ടത് പിടിച്ചു വാങ്ങുക. ഒന്നുകൂടെ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾ എറണാകുളം ലുലു മോൾ എന്ന് പറയുന്ന വലിയൊരു ഷോപ്പിംഗ് മോൾ ഉണ്ട്. അത് തമിഴ്നാട്ടിലും വരുമെന്ന് ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ആരും കോളിംഗ് ബെൽ അടിക്കണ്ട, തള്ളണ്ട, പിടിക്കണ്ട, ബഹളം വെക്കണ്ട. നീ ചെന്നറിഞ്ഞാൽ അത് തുറക്കും. അങ്ങനെ പോകുമ്പോൾ കാളിംഗ് ബെൽ അടിക്ക വേണ്ട, തള്ള വേണ്ട, ഉടയ്ക്ക വേണ്ട, പുഷ്പണ വേണ്ട, ഒന്നിച്ചേട് താനെ തുറക്കും. കാരണം നീ ചെന്നറിഞ്ഞാൽ തുറക്കും. നീ അങ്ങ് പോനാൽ താനെ തുറക്കും. അവിടെ തുറന്നെന്ന് പറഞ്ഞ അതേ ഊക്കിൽ വന്ന് വീട്ടിന്റെ മുമ്പിൽ നിൽക്കരുത്. നിന്ന് നിന്റെ ഊപ്പാട് വന്നു പോകും. അങ്ങനെ പോയി നിന്നാൽ തുറക്കും. അതേപോലെ വീട്ടിൽ മുന്നേ വന്ന് നിന്നാൽ തുറക്കാതെ. അതിന്റെ അർത്ഥം അതിന് പൊരുൾ അത് തള്ളാതെ തുറക്കും. അത് തള്ളാമലെ തുറക്കും. അത് ബെല്ലടിച്ചിട്ടാലും തുറക്കും. അത് ബെല്ലടിക്കാമലെ തുറക്കും. അതിന്റെ സെറ്റിംഗ് അങ്ങനെ, അതിന്റെ அமைப்பு അവനമായി. പക്ഷെ നിന്റെ വീടിന്റെ ഡോർ തുറക്കണമെങ്കിൽ, ഒരു വീട്ടുകളെ ഒരു വാസൽ തുറക്ക വേണ്ടുമാനാൽ അത് നീ തള്ളണ്ടവരോ. അത് തള്ള വേണ്ട. ചിലത് നീ തള്ളിയാലേ തുറക്കൂ. ചിലത് തള്ളിനാൽ തുറക്കപ്പെടും. ചിലത് ഒന്നും ചെയ്തില്ലാലും തുറക്കും. ഒന്നും ചെയ്യാവിട്ടാൽ തുറക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വിളിച്ചു പറയുന്നു. ഇന്ന് ഇരവ് പരിശുദ്ധ ആവിയാരെ കൂപ്പിട്ട് சொல்லுகிறா, തള്ളി തുറക്കണ്ടതിനെ തള്ളി തുറക്കുക. ഓ പുഷ്പണി തുറക്കണേ, പുഷ്പണി തുറയുക. ഞാനൊരു വെളിപ്പാട് ഇവിടെ കാണുകയാണ്. ആ വെളിപ്പാടത്തെ പാർക്കറേ, ഒരു കൂട്ടം യൗവനക്കാർ ഒരുമിച്ച് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച. ഒരു കൂട്ടം വാലിബர்கள் ഒരുമിച്ച് ജ്ഞാനസ്നാനത്തിന് വരുന്ന ഒരു പാർവൈ കാഴ്ച. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? എത്ര പേർ വിശ്വസിக்கிறீர்கள்? ഈ ദേശം വിഴുങ്ങിയതിനെ ഇന്ന് രാത്രി മുതൽ യഹോവ പുറത്തെടുക്കാൻ പോകുകയാണ്. இந்த தேசம் விழுகிறது. இந்த இரவிலும் பரிசுத்த ஆவியானவர் வெளியே கொண்டு வர விரும்புகிறார். എല്ലാ കരങ്ങളും ഉയർത്തി പിടിച്ചാൽ എല്ലാ കരങ്ങളും തൂക്കി പിടിക്കണം നല്ലതുപോലെ. നല്ല മുറയില്. എത്ര പേര് ഇതിനകത്ത് പ്രാർത്ഥിക്കും? എത്ര നബർ ഇതിൽക്കൂടെ ജപിപ്പീர்கள்? ഞാനത് വിശദീകരിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ഒന്നുമേ വിസ്താരമായി പ്രസംഗം பண்ணவில்லை. പക്ഷെ എനിക്കതൊരു ഭയങ്കര ഒഴുക്കി രാത്രിയിൽ ഫീൽ ചെയ്തു. ஆனால் மிகப்பெரிய ஒரு அசைவு இதற்குள்ளே வெளிப்பட்டது. എന്റെ കർത്താവ് എന്നോട് പറയുന്നു, என் ஆண்டவர் என்னை பார்த்து சொன்னார். എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നോട് പറയുന്നു, என்னை மீண்டெடுத்தவர் என்னை பார்த்து சொன்னார். എന്റെ ജാമ്യക്കാരൻ എന്നോട് പറയുന്നു, எனக்கு ஜாமீன்காரன் என்னை பார்த்து சொன்னார். എന്റെ ജാമ്യക്കാരൻ എന്നോട് പറയുന്നു, ஜாமீன்காரன் என்னை பார்த்து சொன்னார். എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നോട് പറയുന്നു, மீண்டெடுத்தவர் என்னை பார்த்து சொன்னார். എന്റെ അഡ്വക്കേറ്റ് എന്നോട് പറയുന്നു, എന്റെ വക്കീൽ എന്നെ பார்த்து சொன்னார். എന്റെ അപ്പൻ എന്നോട് പറയുന്നു, എന്റെ തകപ്പൻ എന്നെ பார்த்து சொன்னார். ഞാൻ ഈ പട്ടണത്തിൽ വിഴുങ്ങിയ ചിലതിനെ പുറത്തെടുക്കാൻ പോകുകയാണ്. இந்த பட்டணம் விழுகிற சிலரை நான் வெளியே கொண்டு வர விரும்புகிறேன். അഭിഷക്തന്മാരെ, നിങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഈ രാത്രി. ഒരുമിച്ച് ജപിക്കാൻ വേണ്ടു. എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കരങ്ങൾ തൂക്കി വന്ന് ജപിക്കുക. ഈ രാത്രി ദൈവം ജനത്തിനെ പുറത്തെടുക്കാൻ പോകുകയാണ്. ആണ്ടവർ ചിലരെ വെളിയെ കൊണ്ടുവരാൻ പോകുகிறார். ദൈവമേ, ചില തലമുറകൾ പുറത്തു വരട്ടെ. തലമുറകൾ വലിയ വരട്ടെ. ഒരു പദം പറയാതെ ഈ രാത്രി എനിക്ക് മെസ്സേജ് നിർത്താൻ പറ്റത്തില്ല. ഒരു വാർത്ത சொல்லாமல் செய்தி என்னால் முடிக்க முடியாது. 3 മാസം പ്രായമുള്ള ഒരു തലമുറ, 3 മാസം പഴക്കമുള്ള ഒരു പിള്ളை വെള്ളത്തിൽ മുക്കിക്കൊല്ലും ഞെക്കിക്കൊല്ലും എന്നൊക്കെ വെല്ലുവിളി ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ മുക്കിക്കൊല്ലുവോ എന്ന് சொல்லி സവാൽ വിട്ട കാലഘട്ടം. അവനെ പെട്ടകത്തിനകത്ത് അവൻ വെള്ളത്തിന്റെ മീതെ ഒഴുകുകയാണ്. പാലുകൾ അവനെ നാടൻപെട്ടിയിൽ வைத்து തണ്ണീർക്ക് മേലെ അവർ ഉയർന്നു കൊണ്ടേ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആ വെളിപ്പാട് ഇവിടെ കാണുന്നു. ഞാനത് വെളിപ്പാട് നിങ്ങൾ பார்க்கிறேன். തലമുറകൾ ജനിക്കപ്പെടുന്നു. തലമുറ പിള്ളകൾ പിറക്കപ്പെടുகிறார்கள். അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടുന്നു. അടയ്ക്കപ്പെട്ടതാണ് ചില ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടുகிறது. ചില വീടിനകത്ത് പിശാചു വിഴുങ്ങിയതിനെ ദൈവം വലിച്ചു പുറത്തെടുക്കുന്നു. സാത്താൻ വിഴുങ്ങിയതാണ് വെളിയെ കൊണ്ടുവരികയാണ്. എല്ലാവരും കരങ്ങളെ ഉയർത്തി എല്ലാവരും അന്യഭാഷകൾ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് എല്ലാ തരങ്ങളിൽ നിന്ന് അന്യഭാഷ ഉയരട്ടെ. പറ, ഞങ്ങളുടെ വീട്ടിൽ ചിലത് പുറത്തു വരാൻ പോവുകയാണ്. ഞങ്ങളുടെ ദേശത്ത് ചിലത് പുറത്തു വരാൻ പോവുകയാണ്. തലമുറയിൽ ചിലത് പുറത്തു വരാൻ പോവുകയാണ്. പിന്മാറ്റക്കാർ പുറത്തു വരാൻ പോവുകയാണ്. സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. ദേശത്തെ ദൈവം തൊടാൻ പോവുകയാണ്. ஓ நம்புங்கப்பா உந்தன் பிள்ளையே, நம்புங்கப்பா
ഓ നമ്പുങ്കപ്പ ഉന്തൻ പിള്ളേ. നിന്നെ കർത്താവിനൊന്നും നമ്പാൻ പറ്റുമോ? നമ്പ മുടിയുമാ? ഈ തലമുറയിൽ യൗവനക്കാരെത്തി നിന്നോടൊരു ചോദ്യം. இந்த தலைமுறை வாலிப தங்கச்சியே உன்னை பார்த்த ஒரு கேள்வி. നിന്നെ തമ്പുരാനും നമ്പാൻ പറ്റുമോ? உன்னை பார்த்த ஆண்டவர் உன்னை நம்புவாரா? എത്ര പേർക്ക് ഇന്നത് പറയാൻ പറ്റും? എന്നെ ഒന്ന് നമ്പപ്പാന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? சொல்லுங்க, ആண்டവരേ എന്നെ ഒന്ന് നമ്പുകப்பா. 5000 പേര് ഭക്ഷണം കഴിച്ചു. 5000 പേർ പുസിத்தார்கள். 4000 പേര് ഭക്ഷണം കഴിച്ചു. 4000 പേർ പുസിத்தார்கள். ബെത്ലഹേം മുതൽ ഗന്നസരത്ത് തടാകം വരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഗന്നസരത്ത് വരെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത്. പക്ഷേ കാൽവറിയുടെ ചുവട്ടിൽ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. കൽവാരിയുടെ കീഴെ கொஞ்சம் പേർ இருந்தார்கள். നമ്പാൻ പറ്റുമോ നിന്റെ തമ്പുരാൻ ഈ തലമുറയിൽ? இந்த தலைமுறையிலே ஆண்டவருக்கு உன்னை நம்ப முடியுமா? അങ്ങനെ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. அப்படிப்பட்டவர்கள் கரங்களை உயர்த்தி பிடிக்கலாம். അങ്ങനെയുള്ളവര് പറയേണ്ട പദമാണത്. அப்படிப்பட்ட சொல்ல வேண்டிய வார்த்தை. ഓ നമ്പുങ്കപ്പ ഉന്തൻ പിള്ളേ. ഓ നമ്പുങ്കപ്പ ഉമ്മെ പാടാത നാളുകളും ഇല്ലയേ. ഗ്രൗണ്ടിന് ശബ്ദം ഉയരട്ടെ. ഉമ്മൈ തേടാത നാളുകളും ഇല്ലയേ. ഉമ്മെ പാടാത നാളുകളും ഇല്ലയേ. ഉമ്മൈ തേടാത നാളുകളും ഇല്ലയേ. ഓ നമ്പുങ്കപ്പ ഉന്തൻ പിള്ളേ. നമ്പുങ്കപ്പ ഉന്തൻ പിള്ളേ. ഒരു പ്രാവശ്യം കൂടെ നമ്പുങ്കപ്പ. ഈ ദേശത്തെ ഇതിനകത്ത് നിൽക്കുന്ന ചില തലമുറകളെ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. இந்த இரவு நாள் ഒരുമിച്ച് ജപിக்கிறோம். വിഴുങ്ങിയതെല്ലാം പുറത്തു വരട്ടെ. വിഴുങ്ങിയതെല്ലാം വെളിയെ വരട്ടെ. അത് മണ്ണ് വിഴുങ്ങിയത്, മണ്ണ് വിഴുങ്ങിയത്, സിംഹം വിഴുങ്ങിയത്, സിംഹം വിഴുങ്ങിയത്, മത്സ്യം വിഴുങ്ങിയത്, മീൻ വിഴുങ്ങിയത്, ദേശം വിഴുങ്ങിയത്, ദേശം വിഴുങ്ങിയത്, അധികാരികൾ വിഴുങ്ങിയത്, അധികാരികൾ വിഴുങ്ങിയത്, എല്ലാം പുറത്തു വരട്ടെ. എല്ലാം വെളിയെ